കോട്ടയം CMS കോളേജിൽ ഞാൻ പഠിക്കാനെത്തിയതും അവിടെ പിന്നീട് ജോലിയിൽ പ്രവേശിച്ചതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ ഇന്ന് വിചാരിക്കുന്നത്. ഞാൻ CMS കോളേജിലെ പഠനത്തിനെത്തിയത് 1972-ലാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 1967 മുതൽ 1972 വരെ ഞാൻ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലാണ് പഠിച്ചത്. അവിടെയാണ് എൻ്റെ പ്രീ ഡിഗ്രിയും BSc-യും പഠനം പൂർത്തീകരിച്ചത്. അത് എനിക്ക് വീട്ടിൽ നിന്ന് കൂടുകുളഞ്ഞിയിൽ നിന്ന് പോയി വരാൻ പറ്റുന്ന സ്ഥലമായിരുന്നതുകൊണ്ട് വീട്ടിൽ നിന്നാണ് പോയത്. പക്ഷേ CMS കോളേജിൽ വന്നപ്പോൾ കോളേജ് ദൂരെയാണ്, കൂടുകുളഞ്ഞിയിൽ നിന്നും വളരെ ദൂരെയാണ്. CMS കോളേജിൽ വന്നപ്പോൾ അവിടെ ഹോസ്റ്റലിൽ ചേർന്ന് പഠിക്കേണ്ട ആവശ്യമായി. അങ്ങനെയാണ് അവിടെ എൻ്റെ പഠനം തുടങ്ങുന്നത്. കോട്ടയം പട്ടണം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ അക്ഷരനഗരി എന്നാണ് അത് അറിയപ്പെടുന്നത്. കോട്ടയം തന്നെ 3 ലെറ്റേഴ്സിലാണ്, 3 L-ലാണ് അറിയപ്പെടുന്നത്. ലെറ്റേഴ്സ്, ലേക്സ് ആൻഡ് ലാറ്റക്സ് എന്നിങ്ങനെ 3 അറിയപ്പെടുന്നത്. ആ കോട്ടയത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന CMS കോളേജ് നമുക്കേവർക്കും അറിയാവുന്നതുപോലെ പ്രശസ്തമായ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നു. CMS കോളേജിലെ ഗ്രേറ്റ് ഹോള്, CMS കോളേജിലെ ചാപ്പല്, CMS കോളേജിൻ്റെ ഗ്രാമർ സ്കൂള്, അതുപോലെ തന്നെ പ്രഗത്ഭരായ അനേകം പേര് നടന്നു നീങ്ങിയ ഒരു കലാലയമാണല്ലോ CMS കോളേജ്. KP കേശവമേനോന്, ECG സുദർശന്, KR നാരായണന് എന്നിങ്ങനെയുള്ള സാഹിത്യകാരന്മാരും ശാസ്ത്രജ്ഞന്മാരും നയതന്ത്രജ്ഞന്മാരും നടന്നു കയറിയ ആ മണ്ണിൽ പഠിക്കാൻ ലഭിച്ചത് ഒരു ബഹുമതിയായിട്ടും അതുപോലെ തന്നെ ഒരു പദവിയായിട്ടും ഞാൻ കരുതി. CMS കോളേജിലെ ഹോസ്റ്റലിലാണ് PG ഹോസ്റ്റലിലാണ് ഞാൻ താമസം തുടങ്ങിയത്. CMS കോളേജിൽ 3 ഹോസ്റ്റലുകളാണുള്ളത്. ഒന്ന് PG ഹോസ്റ്റല്, ഒന്ന് ആസ്കുത്ത് ഹോസ്റ്റല്, മൂന്നാമത്തത് ലീ ഹോസ്റ്റല്. PG ഹോസ്റ്റലും ആസ്കുത്ത് ഹോസ്റ്റലും ആൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഹോസ്റ്റലുകളാണ്. PG ഹോസ്റ്റൽ, ആസ്കുത്ത് ഹോസ്റ്റല് അന്നത്തെ പ്രിൻസിപ്പളായിരുന്ന ഫ്രാൻസിസ് ആസ്കുത്ത് 1914 പണി കഴിപ്പിച്ചതാണ് ആസ്കുത്ത് ഹോസ്റ്റൽ. അതുപോലെ തന്നെ ലീ ഹോസ്റ്റൽ, ഫിലിപ്പ് ലീ എന്ന ഒരു പ്രിൻസിപ്പൾ, ആ പ്രിൻസിപ്പളായിരുന്നു CMS കോളേജിൻ്റെ അവസാനത്തെ ഫോറിൻ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ അന്ന് വരെ 1817-ലാണ് CMS കോളേജ് തുടങ്ങിയത്. ഞാൻ കോളേജിൽ എത്തുമ്പോൾ ഏകദേശം 155 വർഷം അവിടെ പിന്നിടുന്നു. ആദ്യത്തെ പ്രിൻസിപ്പൾമാരൊക്കെ വിദേശികളായിരുന്നു, സായിപ്പന്മാരായിരുന്നു. ഏറ്റവും അവസാനത്തെ പ്രിൻസിപ്പളായിരുന്നു ഫിലിപ്പ് ലീ. ആ ഫിലിപ്പ് ലീയാണ് ലീ ഹോസ്റ്റൽ, പെൺകുട്ടികളുടെ ഹോസ്റ്റലുകൾ ആരംഭിച്ചത്. ആ ഹോസ്റ്റലിലാണെങ്കിൽ പ്രീ ഡിഗ്രി മുതൽ PG വരെയുള്ള പെൺകുട്ടികൾ അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതേസമയത്ത് PG ഹോസ്റ്റലിൽ ആൺകുട്ടികൾ, PG പോസ്റ്റ് ഗ്രാജുവേറ്റ് മാത്രമുള്ള ആൺകുട്ടികളും, അതേസമയത്ത് ആസ്പത്ത് ഹോസ്റ്റലിലാണെങ്കിൽ പ്രീ ഡിഗ്രിയും ചേർന്ന ആൺകുട്ടികൾക്കും വേണ്ടിയുള്ള ഹോസ്റ്റലുകളാണ്. ഇങ്ങനെ ഈ 3 ഹോസ്റ്റലുകളിൽ PG ഹോസ്റ്റലിലാണ് എൻ്റെ താമസം. അവിടെ താമസിച്ചത്. അവിടെ PG ഹോസ്റ്റലിലെ ജീവിതം എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരു ഗ്രാമത്തിൽ നിന്നും കോട്ടയത്തിൻ്റെ ഹൃദയഭാഗത്തെത്തുന്നു, അവിടെ താമസിക്കുന്നു. എനിക്ക് ചില കൂട്ടുകാരെയൊക്കെ നമുക്ക് പരിചയപ്പെടാനായിട്ട് വിവിധ സാഹചര്യങ്ങളിൽ നിന്ന് വന്ന, വിവിധ ചുറ്റുപാടുകളിൽ നിന്ന, വിവിധ സാമ്പത്തിക സ്ഥിതികളുള്ള ഒരു കൂട്ടം കൂട്ടുകാരെ എനിക്ക് ലഭിക്കുവാനായിട്ട് PG ഹോസ്റ്റൽ സാധിച്ചു. അവരെന്ന് പറയുമ്പോൾ ആകെ ഞങ്ങളുടെ PG ഹോസ്റ്റലാകെ ടോട്ടൽ സ്ട്രെങ്ത് 20 പേരേ ഉള്ളൂ. ഞങ്ങൾക്ക് അവിടെ പ്രത്യേകമായ നിബന്ധനകളൊന്നുമില്ല. ഞങ്ങൾക്ക് മുതിർന്ന സ്റ്റുഡൻസ് ആയത് കാരണം ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ വരുവാനും ഹോസ്റ്റലിൽ നിന്ന് പോകുവാനും അല്ലെങ്കിൽ വെളിയിൽ നിന്ന് പോയി ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ വാർഡന് CMS കോളേജിലെ തന്നെ ഒരു അധ്യാപകനാണ്. വളരെ ചെറുപ്പമുള്ള അധ്യാപകനാണ്. ഞങ്ങൾ തമ്മിലല്ലേ 1-2 പ്രായത്തിന് വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു അധ്യാപകൻ്റെ കീഴിലാണ് ഞങ്ങളവിടെ. അപ്പോൾ ഞങ്ങളോട് അദ്ദേഹം അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാറില്ല. പ്രത്യേകിച്ച് ഇന്ന സമയത്ത് വരണം, ഇന്ന സമയത്ത് പോകണമെന്ന് പറയാറില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രാമീണ ജീവിതത്തിൽ നിന്ന് വന്ന ഞാൻ ഹോസ്റ്റലിൽ തന്നെ ഒതുങ്ങിക്കൂടാനാണ് ആദ്യം ശ്രമിച്ചത്. നമുക്ക് അറിയാവുന്നതുപോലെ കോളേജിൽ പഠിക്കുവാനുള്ള അന്തരീക്ഷം വീട്ടിലെ ഉള്ള പോലെ അന്തരീക്ഷം ഹോസ്റ്റലിലില്ല. കാര്യം ഒരു റൂമിൽ 2-3 പേരായിരിക്കും. ചിലർ വർത്തമാനം പറയും, ചിലർ എഴുന്നേറ്റ് പോകും, ചിലർ പഠിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവരുടെ ഇടയിലെ വർത്തമാനത്തിൻ്റെ ഇടയിൽ മറ്റുള്ളവരുടെ നമ്മുടെ സൗകര്യം, വീട്ടിലെ സൗകര്യം അനുസരിച്ചൊന്നും പഠിക്കാം. അതുകൊണ്ട് ആദ്യത്തെ
ഒരു വർഷം എന്നെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ അത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എനിക്ക് പറ്റിയില്ല. അതിൻ്റേതായ റിസൾട്ട് MSc കെമിസ്ട്രി അനാലിറ്റിക്കൽ കെമിസ്ട്രിയുടെ റിസൾട്ട് വന്നപ്പോൾ അതനുസരിച്ചായ ഒരു ചെറിയ ഞാൻ തോറ്റുപോയെന്നല്ല, എന്നാലും ഞാൻ ഉദ്ദേശിച്ച അത്രയും റിസൾട്ട് വരാനായിട്ട് എനിക്ക് സാധിച്ചില്ല. അതാണ് കാരണം. പക്ഷേ എനിക്ക് എൻ്റെ കൂട്ടുകാരിൽ നിന്ന് പല കാര്യങ്ങളും എനിക്ക് പഠിക്കാനാണ്. കൂട്ടുകാരെല്ലാവരും 20 പേരുണ്ടെന്നുണ്ട്. എല്ലാവരും പ്രഗത്ഭരായ മറ്റാൾക്കാരായ ഓരോരുത്തർ ബാങ്ക് മാനേജരും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെ ജഡ്ജിയായിട്ടും ഒക്കെ റിട്ടയർ ചെയ്ത ആൾക്കാരാണ് എൻ്റെ കൂടെ താമസിച്ചുകൊണ്ടിരുന്നത്. കോളേജ് അധ്യാപകരുണ്ടായിരുന്നു, എന്നോടൊപ്പം കോളേജിൽ ഉണ്ടാവും. എൻ്റെ ക്ലാസ്മേറ്റ്സായ കോളേജ് അധ്യാപകരുണ്ടായിരുന്നു, സയൻറ്റിസ്റ്റുകളുണ്ടായിരുന്നു, ജഡ്ജിമാർ ഉണ്ടായിരുന്നു. ഇങ്ങനെ പലരും എൻ്റെ കൂട്ടുകാരാണ്. ഇന്ന് ഏകദേശം 50 വർഷം കഴിഞ്ഞപ്പോഴും അവരോടുള്ള ആ സുഹൃത്ത് ബന്ധം വാട്സപ്പിലൂടെ ഞങ്ങൾ ഇപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പം CMS കോളേജിലെ അങ്ങനെ ആ ഹോസ്റ്റലിലുള്ള ജീവിതം, പിന്നെ ടൗണിലോട്ട് പോകുന്നത് വരെ ടൗണിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു വർഷം ഞാൻ അങ്ങനെ ടൗണിലോട്ടൊന്നും പോകാറില്ലായിരുന്നു. വല്ലപ്പോഴും ഒന്ന് ഞാൻ ടൗണിൽ പോകും. പക്ഷേ ഹോസ്റ്റലിൽ തിരിച്ചു വരുന്ന പഠനത്തിൽ കേന്ദ്രീകരിക്കാനാണ് ഞാൻ കൂടുതൽ ശ്രമിച്ചത്. എങ്കിലും എൻ്റെ ഓർമ്മയിൽ മനോരമ പഴയ കെട്ടിടം, ഇപ്പോൾ ആ മനോരമയിലെ കെട്ടിടം, പഴയ കെട്ടിടം ഇപ്പോൾ അവിടെ ഇല്ല. മനോരമയുടെ കെട്ടിടം, അതുപോലെ തന്നെ വിദ്യാർത്ഥി മിത്രത്തിൻ്റെ കെട്ടിടം, ബെസ്റ്റ് ഹോട്ടൽ, ഇതെല്ലാം പണ്ടത്തേതിൽ നിന്നും കോട്ടയം ഒത്തിരി വ്യത്യസ്തമായി. ഇന്നും അതൊക്കെ കോട്ടയത്തിൻ്റെ ചായ തന്നെ കംപ്ലീറ്റ് മാറി. ഞാനീ പറഞ്ഞ മലയാള മനോരമയുടെ പഴയ കെട്ടിടമോ അല്ലെങ്കിൽ വിദ്യാർത്ഥി മിത്രത്തിൻ്റെ പഴയ കെട്ടിടമോ ഒന്നും ഇപ്പോൾ അവിടെ ഇല്ല. അവിടെയെല്ലാം അതിന് പകരം പുതിയ പുതിയ കെട്ടിടങ്ങളാണ് അവിടെ എല്ലാം വന്നേക്കുന്നത്. അപ്പോൾ കോട്ടയത്തിൻ്റെ ചായ തന്നെ മാറി. അതുപോലെ തന്നെ പക്ഷേ അവിടെ യാതൊരു മാറ്റവുമില്ലാതെ നിൽക്കുന്ന രണ്ട് ഉണ്ട്. തിരുനക്കര അമ്പലവും അതുപോലെ തന്നെ ക്രൈസ്റ്റ് ചർച്ച് കത്തീഡ്രൽ, CSI കത്തീഡ്രലും, ഹോളി ട്രിനിറ്റി CSI കത്തീഡ്രലും യാതൊരു മാറ്റവുമില്ല. അതൊക്കെ യാതൊരു മാറ്റവുമില്ലാതെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പണ്ട് ഞാൻ 50 വർഷം മുമ്പ് കണ്ട അതേ രീതിയിൽ, ഒരുപക്ഷെ അവിടുത്തെ പാഴ്സനേജും അതുപോലെ തന്നെ റിട്രീറ്റ് ഹോളും ഒക്കെ സ്വല്പം മാറ്റം വന്നിട്ടുണ്ടെന്നല്ലാതെ ചർച്ച് ബിൽഡിങ്ങിന് യാതൊരു മാറ്റവുമില്ല കഴിഞ്ഞ 50 വർഷം. അതുതന്നെയാണ് തിരുനക്കര അമ്പലവും. ഇത് രണ്ടും അതും ദൈവത്തിൻ്റെ വചനം, മാറ്റമില്ലാത്ത വചനം എന്ന് പറഞ്ഞ പോലെ ആലയം അതുപോലെ നിൽക്കുകയാണ് അവിടെ. പിന്നീട് ഞാൻ ഈ ഹോസ്റ്റലിൽ താമസിക്കുമ്പം മറ്റു ചില കാര്യങ്ങളിലൂടെ എന്നെ തന്നെ ഞാൻ അറിയാതെ തന്നെ എൻ്റെ സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം വരാനാണ്. സ്വഭാവത്തിലുള്ള മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുമ്പം നമുക്കറിയാം, അതുവരെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നു, സിംഗിളായിട്ട് താമസിച്ചു, ഒരു സെൽഫ് സെൻറ്റേർഡ് ലൈഫായിരുന്നു. നമ്മുടെ സഹോദരന്മാരും സഹോദരികളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു സെൽഫ് സെൻറ്റേർഡ്, നമുക്കെപ്പോഴും ഒരു സെൽഫിഷ്നെസ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഹോസ്റ്റലിൽ ഇങ്ങനെ വന്നതാകുമ്പം ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടാമെന്ന് വിചാരിക്കുന്നു. ഒന്ന്, ഞാൻ ഹോസ്റ്റലിൽ വന്നപ്പോൾ അമ്മ വീട്ടിൽ പോയി വരുമ്പോൾ അമ്മ ചില സാധനങ്ങളൊക്കെ തന്നുവിടും, കഴിക്കാനുള്ളതാണ്. ഹോസ്റ്റലിലെ ഭക്ഷണത്തിനപ്പുറം രാത്രി ഇരുന്ന് പഠിക്കുമ്പോഴോ അല്ലെങ്കിലൊക്കെ കഴിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ തന്നുവിടും. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ എൻ്റെ സുഹൃത്തുക്കൾക്ക് അറിയാം എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമെന്ന്. അവർ വരുമ്പോഴും അതുപോലെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. ഞാനത് അവർക്കും കൊടുക്കും, അവരുമായിട്ട് പങ്കിടും. ഒരു ദിവസം ഞാനിത് കൊണ്ടുവന്നത് ഞാൻ എൻ്റെ റൂമിൽ തന്നെ വെച്ചു, എൻ്റെ ബാഗിൽ തന്നെ വെച്ചു. ഞാൻ വിചാരിച്ചു പിന്നെ എപ്പോഴെങ്കിലും എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വെച്ചിരുന്നു. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഞാൻ അവിടെ നോക്കിയപ്പോൾ കാണുന്നില്ല. കാരണം എൻ്റെ സുഹൃത്തുക്കൾ അവരെടുത്ത് കഴിച്ചു എന്നുള്ളത് മനസ്സിലായി. കാരണം എനിക്ക് അന്നേരം വലിയ വിഷമം തോന്നി. എടാ, ഞാൻ കൊണ്ടുവന്ന് ഞാൻ കഴിക്കാൻ അത് എന്നോട് ചോദിക്കാതെ അവരെടുത്തല്ലോ എന്നുള്ളത്. പക്ഷേ അവരുമായിട്ട് പങ്കിടുവാനും അവരുമായിട്ട് ഷെയർ ചെയ്യുവാനും അവരുടെ ആ ചെയ്തികളെ നമുക്ക് വലിയ പ്രശ്നമില്ല എന്നൊരു തോന്നലുണ്ടാക്കുവാനും ഒക്കെ എൻ്റെ മനസ്സിനെ രൂപപ്പെടുത്താനായിട്ട് ആ സംഭവങ്ങൾ സഹായിച്ചു എന്നുള്ളതാണ് മറ്റൊന്ന്. അതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ വലിയ അവധിക്ക്, എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് ഞാൻ 2 മാസത്തെ അവധിയുണ്ടല്ലോ, ആ അവധിക്ക് ഞാൻ വീട്ടിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഞാൻ നല്ലൊരു ഉടുപ്പും അതുപോലെ തന്നെ നല്ല മുണ്ടും ഷർട്ടും, അന്ന് മുണ്ടും ഷർട്ടുമാണ് നമ്മളിവിടെ, നല്ല മുണ്ടും ഷർട്ടും ഞാൻ കൊണ്ടുവന്നു. ആ മുണ്ടും ഷർട്ടുമൊക്കെ ഞാൻ അന്നേരം എടുത്തില്ല. കോളേജുകളിൽ പോകാനായിട്ട് ഞാൻ ഉപയോഗിച്ചില്ല. ഞാൻ വിചാരിച്ചു പള്ളിയിൽ പോകാനോ മറ്റെന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ അത് ഉപയോഗിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ 2-3 ഒരാഴ്ച കഴിഞ്ഞപ്പം ഞാൻ നോക്കിയപ്പം എൻ്റെ ഒരു സുഹൃത്ത് അതുപോലെ തന്നെയുള്ളൊരു മുണ്ടും ഷർട്ടും എടുത്തുകൊണ്ട് വരും. അപ്പോൾ ഞാൻ ആശ്ചര്യപ്പെട്ടു, ഇത് ഞാൻ ദൂരെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നത്, ഇവനും ഇതുപോലെ തന്നെ ഉണ്ടോ? പക്ഷേ അവൻ ചിരിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, എടാ, ഇത് എനിക്ക് എൻ്റെ ഷർട്ട് ഒന്നും അലക്കിയതൊന്നുമില്ലായിരുന്നു, തേച്ചതൊന്നുമില്ലായിരുന്നു, അതുകൊണ്ട് നിൻ്റെ പെട്ടിയിൽ ഞാൻ നോക്കിയപ്പോൾ ഇത് കണ്ടു, ഞാൻ അങ്ങ് ധരിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് ഏറ്റവും വലിയ വിഷമമുണ്ടാക്കിയ ഒരു സംഗതിയാണ്. കാര്യം എന്ന് ചോദിച്ചാൽ, അവനാണെങ്കിൽ എന്നെക്കാളും വളരെ സാമ്പത്തിക സ്ഥിതിയുള്ളവനാണ്. അവനാണെങ്കിൽ പാൻറ്റും ഷർട്ടും അതുപോലെ മുണ്ടും ഷർട്ടും ഒക്കെ ധാരാളമായിട്ടുണ്ട്.
അവൻ അവൻ്റെ കൃത്യമായിട്ട് ചെയ്യാതെ എൻ്റെ പെട്ടിയിൽ നിന്ന് അത് എടുത്തതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. പക്ഷേ അവന് എന്നോട് വന്ന് അവൻ്റെ എന്നോട് വന്ന് പറഞ്ഞ രീതി എന്നെ അങ്ങ് വളരെ ഒരു വിഷമവും ഇല്ലാതാക്കി. അവൻ എന്നോട് ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, എടാ ഞാൻ ഓടി എൻ്റെ അടുക്ക വന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഷർട്ടും മുണ്ടും നിൻ്റേതാണ്. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരുമായിട്ട് പങ്കിടുവാനും മറ്റുള്ളവരെ ഷെയർ ചെയ്യാനും മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും ഒക്കെ ഞങ്ങളവിടെ താമസിക്കുമ്പോൾ പലരും സാമ്പത്തിക സ്ഥിതിയോടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പലരും സാമ്പത്തിക സ്ഥിതിയിൽ എന്നെക്കാളും താഴ്ന്നവരും അതുപോലെ എന്നെക്കാളും കൂടുതൽ എൻ്റെ വീട്ടിലുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്നതിനേക്കാളും മെച്ചമായിട്ടുള്ളവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരുമായിട്ടും ഒരുപോലെ പങ്കിടുവാനും ഒക്കെയുള്ള ഒരു സമയം അത് എനിക്ക് CMS കോളേജിലെ ആ ജീവിതം എനിക്ക് ഹോസ്റ്റലിലെ ജീവിതം എന്നെ സഹായിച്ചു. അതുപോലെ തന്നെ ഹോസ്റ്റലിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹോസ്റ്റലിൽ എല്ലാ ഞായറാഴ്ചയും ഹോസ്റ്റലിൽ അവിടെ ചാപ്പലിൽ വൈകിട്ട് ഞായറാഴ്ചകളിൽ അവിടെ ആരാധനയുണ്ട്. അതിൽ പങ്കെടുക്കുക. നിങ്ങൾക്കറിയാമെന്ന് പറഞ്ഞ പോലെ കോളേജ് ചാപ്പൽ എന്ന് പറഞ്ഞാൽ വളരെ പുരാതനമായിട്ട് ഗോത്തിക് ആർക്കിടെക്ചറിൻ്റെ സ്റ്റൈലിൽ ഉണ്ടാക്കിയതാണ്. 1842 1846 42 റവറൻഡ് ആദം ചാപ്മാൻ എന്ന ഒരു പ്രിൻസിപ്പിൾ അത് ഉണ്ടാക്കിയതാണ് ആ ചാപ്പൽ. അത് ഇന്നും അവിടുത്തെ അത് പ്യൂസും കേർഡായിട്ടുള്ള പ്യൂസും അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് സ്ട്രക്ചറും എല്ലാം വളരെ ആംഗ്ലിക്കൻ മോഡലിലെ വളരെ പുരാതനമായ രീതിയിൽ അത് അന്ന് 1846 ഉണ്ടാക്കിയ ആ ചാപ്പൽ വളരെ ചെറിയ ചാപ്പലാണ്. പക്ഷേ ആ ചാപ്പൽ ഇന്നും അതുപോലെ തന്നെ നിൽക്കുന്നു, യാതൊരു മാറ്റവുമില്ലാതെ നിൽക്കുന്നു. അവിടെ പോയി ആരാധന നടത്തുക, ഞങ്ങൾ ആരാധനയിൽ പങ്കെടുക്കുക. ഞങ്ങളുടെ അന്നത്തെ കോളേജ് പ്രിൻസിപ്പളായിരുന്ന ഇന്ന് CMS കോളേജ് പ്രിൻസിപ്പളായിരുന്ന MC ജോൺ അച്ഛനായിരുന്നു അന്ന് കോളേജിലെ ചാപ്ലൈൻ. അദ്ദേഹമാണ് ആ പ്രയർ ലീഡ് ചെയ്തിരുന്നത്. അതേസമയത്ത് ഞങ്ങൾ PG ഹോസ്റ്റലും അന്ന് എല്ലാ ഹോസ്റ്റലും കൂടെ ഒന്നിച്ചേർന്ന PG ഹോസ്റ്റലിലെയും ആസ്പത്രി ഹോസ്റ്റലിലെയും ലീഗ് ഹോസ്റ്റലിലെയും എല്ലാ കുട്ടികളും ഒന്നിച്ച് ഹോസ്റ്റലിലുള്ള എല്ലാ കുട്ടികൾക്കും ഒന്നിച്ച് അവിടെ വരുവാനും ആരാധനയിൽ പങ്കെടുക്കുവാനൊക്കെ ഉള്ള ഒരു സൗകര്യം അതുകൊണ്ട് ചാപ്പലുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ഗ്രേറ്റ് ഹോൾ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ഹോൾ എന്നാണ് ആ ഹോളിന് പറയുന്നത്. CMS കോളേജിലെ ഗ്രേറ്റ് ഹോൾ എന്ന് പറയുമ്പം അന്നത്തെ കാലത്ത് അതും 1892 ഉണ്ടാക്കിയതാണ്. 1892 റവറൻഡ് അതും ഒരു കോളേജ് പ്രിൻസിപ്പൾ തന്നെയാണ് അതും രൂപകൽപ്പന ചെയ്തത്. അന്ന് അത് ഏകദേശം 100 വർഷത്തോളമായി ഞാനവിടെ പഠിക്കാൻ ചെല്ലുന്ന ആ സമയത്തും ആ ഗ്രേറ്റ് ഹോളിന് ഗ്രേറ്റ് ഹോൾ എന്നാണ് പറയുക. അന്നത്തെ കാലത്ത് 1892 അത് ഉണ്ടാക്കിയപ്പോൾ 500 പേർക്ക് ഇരിക്കത്തക്കവണ്ണമാണ്. നമുക്കറിയാം നമ്മുടെ സെൻറ്റ് തോമസ് CSI ചർച്ച് 500 പേർക്ക് ഇരിക്കുന്ന ഹോളാണ്, പള്ളിയാണ് നമ്മുടേത്. അതേസമയത്ത് അവരുടേത് ആ 500 പേർക്ക് ഇരിക്കാവുന്ന 1892 500 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഹോളാണ് അത്. അതുകൊണ്ടാണ് അതിന് ഗ്രേറ്റ് ഹോൾ എന്ന് പറയപ്പെടുന്നത്. കോട്ടയത്തെ പല പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളും അവിടെയാണ് നടന്നിരുന്നത്. അങ്ങനെ ഒരു വലിയ ഗ്രേറ്റ് ഹോളാണ് അവിടെ. ആ ഗ്രേറ്റ് ഹോളിൽ എനിക്ക് പോകുവാനും അതനുസരിച്ച് പോകുവാനും അവിടെ കേൾക്കുവാനും ഒക്കെ എനിക്ക് സാധിച്ചു. ഒരിക്കൽ ഞാൻ അവിടെ ഞങ്ങൾ വിദ്യാർത്ഥിയായിരിക്കുമ്പം ഒരു IAS ഓഫീസർ, ഒരു ലേഡി IAS ഓഫീസറാണ്, അവരുടെ പേര് ഞാൻ പ്രത്യേകം ഓർക്കുന്നില്ല, അവരവിടെ വന്നിരുന്നു. ആ ലേഡി IAS ഓഫീസറൊക്കെ വന്ന് കോട്ടയം കളക്ടറായിട്ടുള്ള അവരവിടെ വന്ന് അവരിരിക്കുമ്പം വേദിയിലിരിക്കുമ്പം അവരും ബാക്കി മുഴുവനും ആ വേദിയിലെ കസറയിട്ടിരുന്നവർ മുഴുവൻ പുരുഷന്മാരാണ്. അന്ന് അവിടെ വെച്ച് പറഞ്ഞു, നിങ്ങൾ നോക്കിയോ 50 വർഷം കഴിയുമ്പോൾ ഇതുപോലെ ഒരു പുരുഷനും ബാക്കിയെല്ലാം സ്ത്രീകളുമാകുന്ന ഒരു ഇത് ഞാൻ സ്വപ്നം കാണുകയെന്ന് പറഞ്ഞു. ശരിയാണ്. ഇന്ന് CMS കോളേജിൽ അങ്ങോട്ട് ചെന്നാൽ അവിടെ എല്ലാ അധ്യാപകരും എല്ലാ സ്റ്റുഡൻസും കൂടുതൽ ലേഡി സ്റ്റുഡൻസും അതുപോലെ തന്നെ അധ്യാപകർ കൂടുതലും അവിടെ പുരുഷന്മാരുടെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക, കൂടുതൽ ലേഡീസാണ്. അപ്പം അതൊക്കെ എൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ CMS കോളേജിലെ CMS കോളേജിലെ പഠനം എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ നിന്നാണ് ഈ പഠിക്കാൻ വന്നത്. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ ടീച്ചിങ് ആണ്. അതേസമയത്ത് കോട്ടയം CMS കോളേജിൽ ലെക്ചറിങ് ആയിരുന്നു. ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ലെക്ചറിങ് ആൻഡ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മളെ പഠിപ്പിക്കും, നമുക്ക് നോട്ട് തരും, നമുക്ക് ക്വസ്റ്റ്യൻ തരും, ക്വസ്റ്റ്യൻ്റെ ആൻസർ തരും. ഇതെല്ലാം നമ്മളങ്ങ് പഠിച്ചാൽ മതി. പഠിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് നല്ല മാർക്ക് കിട്ടും. അതുകൊണ്ട് എനിക്ക് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ കെമിസ്ട്രിക്ക് അന്ന് ഫസ്റ്റ് ക്ലാസ് കിട്ടി. അന്നൊക്കെ ഫസ്റ്റ് ക്ലാസ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ചുരുക്കം ചിലർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. ഫസ്റ്റ് ക്ലാസ് കിട്ടി. അതേസമയത്ത് ഞാൻ CMS കോളേജിൽ വന്നപ്പോഴത്തേക്ക് അവിടെ ടീച്ചിങ് അല്ല, അവിടെ ലെക്ചറിങ് മാത്രമേ ഉള്ളൂ. ലെക്ചറിങ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എപ്പോഴും ഒരു ചോദ്യമുണ്ട്, വൈ. അപ്പോൾ നമ്മളൊരു സോൾട്ട് എടുത്തിട്ട് വെള്ളത്തിലിട്ടാൽ ചില സോൾട്ടുകൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യും, ചിലത് ഡിസോൾവ് ചെയ്യത്തില്ല.
വൈ ഇറ്റ് ഈസ് ഡിസോൾവിങ്, വൈ ഇറ്റ് ഈസ് നോട്ട് ഡിസോൾവിങ്, അങ്ങനെ കാര്യകാരണ സഹിതം പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് അവിടെ. ലെക്ചറിങ് ആണ് അവിടെ. അധ്യാപകർ നമ്മളെ തന്നെ പഠിക്കുക, നമ്മളെ കൊണ്ട് പഠിപ്പിക്കുക. അവർ ചോദ്യങ്ങൾ തരും, പക്ഷേ ഉത്തരങ്ങൾ തരാറില്ല. ഉത്തരങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കണം. എന്നിട്ട് ഉത്തരങ്ങൾ ശരിയാണോ ഇല്ലയോ എന്ന് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ഒരു പഠന രീതിയായിരുന്നു CMS കോളേജിൽ. അതുകൊണ്ട് ആദ്യത്തെ ഒരു വർഷം എനിക്ക് ആ പഠന രീതിയുമായിട്ട് ബന്ധപ്പെട്ട് പോകാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞതും. പക്ഷേ സെക്കൻഡ് ഇയറിൽ എനിക്ക് നല്ല മാർക്ക് അത് മേക്കപ്പ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. എങ്കിലും ഞങ്ങൾ കോട്ടയം CMS കോളേജിലെ അതുപോലെ തന്നെ ലാബിലെ ഞങ്ങളുടെ ഞങ്ങൾ കോട്ടയം CMS കോളേജിലെ MSc കെമിസ്ട്രി, അനലിറ്റിക്കൽ കെമിസ്ട്രി, അവിടെ രണ്ട് കെമിസ്ട്രി അന്നത്തെ കാലത്ത് 1972 ഉണ്ടായിരുന്നു. അനലിറ്റിക്കൽ കെമിസ്ട്രിയും പ്യൂർ കെമിസ്ട്രിയും. ഞാൻ അനലിറ്റിക്കൽ MSc കെമിസ്ട്രിയിലായിരുന്നു. ഞങ്ങൾ 9 പേരേ ഉള്ളൂ. ഈ അനലിറ്റിക്കൽ കെമിസ്ട്രിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മറ്റൊരു ഇടത്തും അനലിറ്റിക്കൽ കെമിസ്ട്രി ഇല്ല. അന്ന് കേരള യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ. കാലിക്കട്ട് മുതൽ തിരുവനന്തപുരം വരെ നോക്കിയാൽ ഒറ്റ യൂണിവേഴ്സിറ്റി ഉള്ളൂ, കേരള യൂണിവേഴ്സിറ്റി. ആ കേരള യൂണിവേഴ്സിറ്റിയിൽ MSc അനലിറ്റിക്കൽ കെമിസ്ട്രിക്ക് 9 പേരേ ഉള്ളൂ. ആ 9 അതുകൊണ്ട് ഞങ്ങൾ പാസ്സായപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും റാങ്കുണ്ട്. റാങ്ക് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10 റാങ്കാണ് യൂണിവേഴ്സിറ്റി എപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും റാങ്കുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഫസ്റ്റ് റാങ്കുകാരന് കിട്ടിയത് 60% മാർക്കാണ്. 60% ആണ്. അതാണ് ഒറ്റ ഒരാൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടുള്ളൂ. ബാക്കി കുറച്ച് പേർക്ക് സെക്കൻഡ് ക്ലാസ്സും ബാക്കിയുള്ളവർക്ക് തേർഡ് ക്ലാസ്സുമായിട്ട്. അപ്പോൾ എനിക്ക് കിട്ടിയത് സെക്കൻഡ് ക്ലാസ്സാണ്. പക്ഷേ എനിക്ക് അവിടെ CMS കോളേജിൽ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റും. ലാബിലുള്ള ഷെയറിങ്, അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് ഒന്നിച്ചു പോവുക, മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുക, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ അറിയാതെ തന്നെ എൻ്റെ സ്വഭാവത്തിൽ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് CMS കോളേജിലെ ജീവിതം എനിക്ക് സാധിച്ചു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ CMS കോളേജിൽ ഞങ്ങൾ 74ലാണ് കോഴ്സ് തീർന്നത്. കോഴ്സ് തീർന്നെങ്കിലും 74 ജൂലൈയിലാണ് ഞങ്ങളുടെ എക്സാമിനേഷനൊക്കെ നടന്നത്. അത് കഴിഞ്ഞ് പ്രാക്ടിക്കൽ എക്സാമിനേഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് 74 ഒക്ടോബറായി. നവംബറിലാണ് റിസൾട്ട് അറിഞ്ഞത്. ഞാൻ ആ റിസൾട്ട് അറിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ എന്താണ് പിന്നെ അടുത്തത് നമുക്ക് ജോലി കിട്ടുക എന്നുള്ളതാണല്ലോ. ആ ജോലിക്ക് വേണ്ടിയുള്ള ശ്രമമാണ്. പക്ഷേ ഞാൻ ഒട്ടും താമസിച്ചില്ല. ഞാൻ ട്യൂട്ടോറിയലിൽ പഠിപ്പിക്കാനുള്ള ഒരു ആഗ്രഹമാണ് എനിക്കുണ്ടായിരുന്നത്. അത് ഒരു കാരണം എന്ന് പറഞ്ഞാൽ കോടുകുളഞ്ഞി തന്നെയാണ് അതിന് ഗ്രാഹകം. കോടുകുളഞ്ഞി എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകരുടെ കൂട്ടമാണ്. ഞാൻ അവിടെ സൺഡേ സ്കൂൾ പഠിച്ചപ്പോഴും എല്ലാം അധ്യാപകർ, ഒന്നീ പോത്തൻ സാറ്, ജോസഫ് സാറ്, ജോൺ സാറ്, ജി തോമസ് സാറ്, ഇങ്ങനെയുള്ള കുറേ സാറുമാരുടെ പേരുകളാണ് എപ്പോഴും ഞാൻ കേൾക്കുന്നതും. അവരാണ് ഞങ്ങളെ നിയന്ത്രിക്കുന്നത്. പള്ളിയിൽ പാഠം വായിക്കുന്നത് പള്ളിയിലെ കൈക്കന്മാരാണെങ്കിൽ അവർ രണ്ടുപേരും 2 ഹെഡ് മാസ്റ്റർമാരായിരുന്നു, പോത്തൻ സാറും ജോസഫ് സാറും. അതുപോലെ തന്നെ പള്ളിയിൽ ഞങ്ങളുടെ സൺഡേ സ്കൂളിൻ്റെ സൂപ്രണ്ട് പോത്തൻ സാറും ജോൺ സാറുമായിരുന്നു. അത് കഴിഞ്ഞ് VK ജോൺ സാറ്, അങ്ങനെ കുറേ സാറുമാരുടെ ഒരു കൂട്ടമാണ് കോടുകുളഞ്ഞിയിലുള്ളത്. അപ്പോൾ എപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യാപകനാകുക, ആ ഒരു രീതിയിലാണ് എൻ്റെ ഡയറക്ഷൻസ് ഒക്കെ പോയത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, CMS കോളേജിലെ MSc പഠനം പൂർത്തിയായി റിസൾട്ട് അറിയുന്നതിന് മുമ്പ് തന്നെ ട്യൂട്ടോറിയൽ പഠിപ്പിക്കാനാണ് കോടുകുളഞ്ഞിയിലും ചെങ്ങന്നൂരും പന്തളത്തും തിരുവനന്തപുരത്തുമൊക്കെ ട്യൂട്ടോറിയൽ. അവസാനമായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് പോയി അവിടെ താമസിച്ച് അവിടുത്തെ തിരുവനന്തപുരം വിക്ടറി ട്യൂട്ടോറിയലിൽ ഞാൻ ഏകദേശം ഒരു വർഷത്തോളം 74 കഴിഞ്ഞ് 75 ഞാൻ ട്യൂട്ടോറിയൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ട്യൂട്ടോറിയൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ മറ്റു ജോലി ശ്രമിച്ചു. കാര്യം ട്യൂട്ടോറിയലിലെ ജോലിയൊന്നും അത്ര നല്ല പെർമനൻ്റായിട്ട് ജോലിയല്ല, പെൻഷനുള്ള ജോലിയല്ല. അത് കാരണം ഞാൻ മറ്റ് ജോലിയിലേക്ക്, അതായത് AG's ഓഫീസ്, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, അതുപോലെ തന്നെ കോയമ്പത്തൂരുള്ള മറ്റൊരു സ്കൂള്, അതുപോലെ ഇലക്ട്രോ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാരക്കുടിയിലെ കെമിസ്റ്റ്, ഇങ്ങനെയുള്ള പല ജോലികളും ഞാൻ ശ്രമിച്ചു. 2 ജോലികൾ എനിക്ക് കിട്ടി. കാരക്കുടി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കെമിസ്റ്റും കിട്ടി, അതുപോലെ തന്നെ കോയമ്പത്തൂരുള്ള ഒരു സ്കൂളിൽ, ഒരു തമിഴരുടെ സ്കൂളായിരുന്നു, എങ്കിലും അവിടെ എനിക്ക് കിട്ടി. പക്ഷേ ഈ 2ഉം എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ലാത്തതുകൊണ്ട് ഇവിടെ 2ഉം ഞാൻ ജോയിൻ ചെയ്തില്ല എൻ്റെ ട്യൂട്ടോറിയൽ തന്നെ. ആ സമയത്ത് നമ്മുടെ നാട്ടിലെ കോളേജുകളിലൊന്നും ഇല്ല. അധ്യാപക വൃത്തിക്ക് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ സ്കൂളിലെ സ്കൂളിൽ പോയി പഠിപ്പിക്കാൻ അത്ര ആഗ്രഹമില്ലായിരുന്നു. കോളേജിൽ തന്നെ കിട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതനുസരിച്ച് ഞാൻ അന്ന് കോളേജുകളിൽ വേക്കൻസി ഇല്ല. അതിനൊരു പ്രത്യേകതയുണ്ട്. വേക്കൻസി ഇല്ലാത്തതെന്താണെന്ന് ചോദിച്ചാൽ 1972 കോളേജുകളിൽ ഡയറക്റ്റ് പേയ്മെൻറ്റ് വന്നത്. ഡയറക്റ്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് വരെ 72 വരെ കോളേജിലെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് മാനേജറാണ് ശമ്പളം കൊടുക്കുന്നത്. CMS കോളേജിലെ ശമ്പളം കൊടുക്കുന്നത് CMS കോളേജിലെ മാനേജറാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഫീസ് പിരിച്ചെടുക്കുന്നതും ഈ മാനേജ്മെൻറ്റാണ്. അപ്പോൾ കോളേജ് തന്നെയാണ് ഫീസ് പിരിച്ചെടുക്കുന്നതും അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നതും
കോളേജിനൊക്കെ ഗ്രാൻഡ് കിട്ടും. ആ ഗ്രാൻഡിൽ നിന്ന് ഇതെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ 1972 ആൻ്റണി ഗവൺമെൻറ്റാണ് കോളേജ് എല്ലാ പ്രൈവറ്റ് കോളേജിലെയും ഡയറക്റ്റ് പേയ്മെൻ്റ് ആക്കി. അധ്യാപകർക്ക് ഗവൺമെൻറ്റിൽ നിന്നുള്ള നേരിട്ട് ശമ്പളമായി. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഫീസ് പിരിച്ചെടുത്തത് ഗവൺമെൻറ്റിലാണ് അടയ്ക്കേണ്ടത്. ആ ഒരു വ്യത്യാസം. അപ്പോൾ ഒരു ട്രാൻസിഷൻ പീരീഡാണ് 72 എന്ന്. അപ്പോൾ 72 മുതൽ 74, 75 വരെ കോളേജുകളിലൊന്നും വേക്കൻസി അനൗൺസ് ചെയ്യുന്നില്ല. കാര്യം ഈ അന്ന് കോളേജ് അധ്യാപകരെ നിയമിക്കണമെങ്കിൽ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. ഗവൺമെൻറ് ചില നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നു. ആ നിയന്ത്രണങ്ങളൊക്കെ പാലിച്ച് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ വരാനായിട്ട് കുറേ താമസമുണ്ട്. അതുകൊണ്ട് 72, 74, 75 കാലയളവിൽ കോളേജുകളിലൊന്നും ജോലിയില്ലായിരുന്നു. പക്ഷേ 75 അവസാനമായപ്പോഴത്തേക്കൂടെ 75 ഒക്ടോബറൊക്കെ ആയപ്പോഴത്തേക്ക് വേക്കൻസി അനൗൺസ് ചെയ്തു. അങ്ങനെ CMS കോളേജിലും ബിഷപ്പ് മൂർ കോളേജിലും ഒക്കെ വേക്കൻസി അനൗൺസ് ചെയ്ത് അങ്ങനെ ഞാൻ ഇവിടെയൊക്കെ ഇൻ്റർവ്യൂവിന് പോയി. പക്ഷേ എനിക്ക് എൻ്റെ ഭാഗ്യം കൊണ്ടോ ദൈവം നിശ്ചയിച്ചത് കൊണ്ടോ എനിക്ക് CMS കോളേജിൽ തന്നെയാണ് കിട്ടിയത്. CMS കോളേജിൽ എനിക്ക് എല്ലാ അധ്യാപകരും എന്നെ പഠിപ്പിച്ച അധ്യാപകരായിരുന്നു. അവിടെ ഞാൻ CMS കോളേജ് ജോയിൻ ചെയ്തു. ഞാൻ CMS കോളേജ് ജോയിൻ ചെയ്യാനായിട്ട് എനിക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. കാരണം അവിടെ CMS കോളേജിലെ വേക്കൻസി, അപ്പം ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക റൂള് കാരണം 2 വേക്കൻസി ഉണ്ടായാലും ഒരു വേക്കൻസി ഒരു CSI കാരനും മറ്റേ വേക്കൻസി ഓപ്പൺ മെറിറ്റിലും പോകണം. അതായത് ഒന്ന് കമ്മ്യൂണിറ്റി മെറിറ്റും ഒന്ന് ഓപ്പൺ മെറിറ്റുമാണ്. അപ്പോൾ ഞാനൊരു CSI കാരനാണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടായിൽ ഒരു വേക്കൻസിയിൽ എനിക്ക് കിട്ടാം. അത് CSI കാരെ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അന്ന് അവിടെ കോളേജിൽ അപ്ലൈ ചെയ്ത് 10-30 പേര് അപ്ലൈ ചെയ്തതിൽ 4 പേര് CSI കാരും ബാക്കി 10-20 പേര് മറ്റ് മതക്കാരുമായിരുന്നു. അപ്പോൾ അത് കാരണം ഈ 4 പേരിൽ അപ്പോൾ എനിക്കപ്പം അവിടെ കോളേജിൽ കിട്ടാനായിട്ട് ആദ്യത്തെ ചാൻസ് 25% ചാൻസ് ഉണ്ട്. 4 പേരെ വരുന്നുള്ളൂ. അപ്പം 25% ചാൻസ് ഉണ്ട്. അപ്പം എല്ലാവരും CSI കാരാണ്. എല്ലാവരും CSI കാരെന്ന് പറഞ്ഞാൽ കോട്ടയത്തും അല്ലെങ്കിൽ മറ്റ് അടുത്തുമൊക്കെയുള്ള CSI കാരാണ്. എനിക്കങ്ങനെ വലിയ കൊടുകുളഞ്ഞിലായതുകൊണ്ടും എൻ്റെ മാതാപിതാക്കന്മാർക്ക് CSIയുമായിട്ട് വലിയ ബിഷപ്പിനൊന്നും അത്ര പരിചയമില്ല. എങ്കിലും ഞാൻ അന്ന് TS ജോസഫ് തിരുമേനിയാണ് കോളേജിൻ്റെ ബിഷപ്പായിട്ടിരിക്കുന്നത്. ഞാനും എൻ്റെ പിതാവും എൻ്റെ ഉപ്പാപ്പനും കൂടെ ഒരു സംഘമായിട്ട് ഞങ്ങൾ ചെന്ന് TS ജോസഫ് തിരുമേനിയെ കാണുന്നു. TS ജോസഫ് തിരുമേനിയോട് എൻ്റെ ജോലിയുടെ കാര്യം പറയുന്നതും തിരുമേനി അന്നേരം തന്നെ ഒരു ലെറ്റർ എഴുതി എനിക്ക് തരികയാണ്. അന്നത്തെ പ്രിൻസിപ്പളായിരുന്ന ജോർജ് M. തോമസ് സാറിന് കൊടുക്കാൻ. അദ്ദേഹം പ്രഗത്ഭനായ ഒരു അധ്യാപകനായിരുന്നു. ഫിസിക്സിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു പ്രൊഫസർ ജോർജ് M. തോമസ് സാർ. സാറിനൊരു ലെറ്റർ എഴുതി, പ്ലീസ് സീ ദാറ്റ് ദിസ് പേഴ്സൺ ബി അഡ്മിറ്റഡ് ഇൻ ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറഞ്ഞ് പുള്ളി ഒരു എഴുത്തെഴുതി എൻ്റെ തന്നു. പുള്ളി ഓപ്പണായിട്ട് ലെറ്റർ എഴുതി തന്നത്. അപ്പോൾ ഞാനത് കൊണ്ടുപോയി ഞങ്ങളുടെ പ്രിൻസിപ്പളിനെ കൊടുത്തു. അതെല്ലാം ഇൻ്റർവ്യൂവിന് മുമ്പാണ്. പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ തിരുമേനിയുടെ അടുക്ക് പോകുമ്പം ബിഷപ്പുമാരെല്ലാവർക്കും ഇതുപോലെ എഴുത്തെഴുതും. അതുകൊണ്ട് ഈ എഴുത്ത് കൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. എങ്കിലും താൻ കൊണ്ടുവന്നല്ലേ അതിൻ്റെ ഇരിക്കട്ടെന്നും പറഞ്ഞ് അദ്ദേഹം വാങ്ങിച്ചു വെക്കുകയും ചെയ്തു. അങ്ങനെ ഏതായാലും ഇൻ്റർവ്യൂ നടന്ന് എനിക്ക് CMS കോളേജ് ജോലി കിട്ടുകയും ചെയ്തു. CMS കോളേജിലെ ജീവിതവും എനിക്ക് വളരെ പ്രത്യേകതയാണ്. CMS കോളേജ് മറ്റ് കോളേജുകളെ പോലല്ല. എല്ലാവർക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ടും സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും സ്വതന്ത്രമായിട്ട് പഠിപ്പിക്കുവാനും സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യാനുമുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. CMS കോളേജ് തന്നെ പ്രഗത്ഭരായ അധ്യാപകരുടെ ഒരു കൂട്ടമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രഗത്ഭരെ സൃഷ്ടിച്ചതാണ് CMS കോളേജ്. ശാസ്ത്രജ്ഞനായ ലോക അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനായിരുന്നു ECG സുദർശൻ. അദ്ദേഹം ന്യൂക്ലിയർ ഫിസിക്സിൽ അറിയപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം അവിടെയാണ് പഠിച്ചത്. അതുപോലെ KR നാരായണൻ അവിടെയാണ് പഠിച്ചത്. അതുപോലെ തന്നെ പല സാഹിത്യ നായകന്മാരും അവിടെയാണ് പഠിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു കോളേജിൽ അവിടെ ചെന്ന് അപ്പോൾ നമ്മുടേതായ ഒരു നല്ല അന്തരീക്ഷമാണ്. ഏകദേശം 47 ഏക്കറിൻ്റെ മധ്യത്തിൽ ഏക്കറുള്ള ഒരു കോട്ടയത്തിൻ്റെ ഹൃദയഭാഗത്ത് ഒരു കോളേജ് സ്ഥിതി ചെയ്യുന്നു. ആ കോളേജിൽ ചെന്ന് പഠിപ്പിക്കുക എന്ന് പറഞ്ഞത് വളരെ ഒരു ബഹുമതിയാണ്, പദവിയാണ്. അതൊക്കെ എനിക്ക് ലഭിച്ചത് ഒരു ദൈവനിയോഗമായിട്ട് ഞാൻ കരുതി. അപ്പോൾ അവിടെ അപ്പോൾ നമ്മൾ പഠിപ്പിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ട്യൂട്ടോറിയലൊക്കെ പഠിപ്പിച്ചിട്ട് അവിടെ ചെന്നപ്പോൾ വളരെ ജൂനിയർ ആണെങ്കിൽ തന്നെ എനിക്ക് പഠിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അപ്പം കോളേജിൽ ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. കോളേജിൽ എനിക്ക് ഏറ്റവും നല്ല പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു ജോലിയായിരുന്നു കോട്ടയം CMS കോളേജിലെ ജോലി. പഠിപ്പിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ട് ഇല്ല. പക്ഷേ ഞാൻ ശരിക്കും കെമിസ്ട്രി പഠിക്കാൻ തുടങ്ങിയത് ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴും CMS കോളേജിൽ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴുമാണ് ഞാൻ ശരിക്കും കെമിസ്ട്രിയാണ് പഠിക്കാൻ തുടങ്ങിയത്. അപ്പം എൻ്റെ ജോലിയിൽ ഞാൻ കൂടുതൽ
100% സിൻസിയറിറ്റി പുലർത്താനായിട്ട് ഞാൻ ശ്രമിച്ചു. ഞാൻ നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അവിടെ പോയി നമുക്ക് തരുന്ന സിലബസ് ഒരു വർഷം കൊണ്ട് പഠിപ്പിച്ച് തീർക്കണമെന്നേ ഉള്ളൂ. ഒരു വർഷം കൊണ്ട് ആ സിലബസ് നമ്മൾ പഠിപ്പിച്ച് തീർക്കണം. അത് കൃത്യമായിട്ട് പഠിപ്പിച്ച് തീർക്കുന്നതിൽ ഞാൻ അവിടെ 24 വർഷമാണ് കോട്ടയം CMS കോളേജ് ജോലി ചെയ്ത. 24 വർഷവും എൻ്റെ സബ്ജക്റ്റ് എനിക്ക് കൃത്യമായി പഠിപ്പിച്ച് തീർക്കുവാനും ചെയ്യുവാനും സിൻസിയറായിട്ട് പഠിപ്പിക്കാനൊക്കെയുള്ള ഒരു അതിൽ ഞാൻ നിർബന്ധിതനായിരുന്നു. കാര്യം ഒരിക്കലും വിദ്യാർത്ഥികളെ നമ്മൾ പഠിപ്പിക്കാതെ വിടരുത് എന്നുള്ളത്. അവിടെ ഞാൻ ഈ പറഞ്ഞതുപോലെ ലെക്ചറിങ് ആണ്, നമ്മൾ പഠിപ്പിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ കൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കും, അവരുടെ അവരിൽ നിന്ന് ആൻസറും വാങ്ങും. അങ്ങനെ ഒരു വൈ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട്, വൈ ഇറ്റ് ഹാപ്പൻ ലൈക്ക് ദിസ്, വൈ ദിസ് ഇസ് ദ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ലൈക്ക് ദിസ് എന്നൊക്കെ നമ്മൾ ചോദിച്ചുകൊണ്ടുള്ള ഒരു ആയിരുന്നു അവിടുത്തേത്. അതുപോലെ തന്നെ എൻ്റെ അധ്യാപകർ, എൻ്റെ കൂടെയുള്ള അധ്യാപകർ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. പല കാര്യങ്ങളും നമുക്ക് അറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും സംശയങ്ങളും ഒക്കെ ഒരു ഞാനിപ്പോൾ ഓർക്കും, ഞങ്ങളുടെ TT തോമസ് സാർ എന്ന് പറയുന്ന സാർ ഒരു വോക്കിംഗ് എൻസൈക്ലോപ്പീഡിയാണ്. കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഈസ് എ വോക്കിംഗ് എൻസൈക്ലോപ്പീഡിയ ഇൻ കെമിസ്ട്രി എന്ന് ഞാൻ പറയാം. കാര്യം വെച്ചാൽ ഏത് കാര്യങ്ങളും എപ്പം TT തോമസ് സാറിനോട് ചോദിച്ചാലും, അത് ഓർഗാനിക് കെമിസ്ട്രി ആയാലും ഇനോർഗാനിക് കെമിസ്ട്രി ആയാലും ഫിസിക്കൽ കെമിസ്ട്രി ആയാലും ഏത് കാര്യങ്ങളും സാറിനോട് ചോദിച്ചാൽ ഉടനെ സാറോട് പറയും. ഇപ്പം ഞാൻ ക്ലാസ്സിൽ പോകാൻ നേരത്തായിരിക്കും എനിക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് സാറിനോട് ചോദിച്ചാൽ മതി. അവിടെ ജൂനിയർ സീനിയറും വ്യത്യാസമൊന്നുമില്ല. വളരെ നിനക്കറിയാൻ വയ്യാതാണോ ഈ കോളേജിലേക്ക് പഠിപ്പിക്കാൻ വന്നത് എന്നുള്ളൊരു ചോദ്യമൊന്നുമില്ല. നമുക്ക് ഏത് അധ്യാപകനോടും കാര്യമായിട്ട് ചോദിക്കാം. വളരെ കാര്യമായിട്ടൊരു ഇളയ സഹോദരനോടെന്ന നിലയിൽ ഒരു ഉപദേശം എന്ന രീതിയിൽ അവർ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് CMS കോളേജിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ അവിടെ ജനറൽ സ്റ്റാഫ് റൂമുണ്ട്. ആ ജനറൽ സ്റ്റാഫ് റൂമിൽ ഞാൻ വളരെ ജൂനിയർ ആയിരിക്കുമ്പോൾ തന്നെ അവിടെ ജനറൽ സ്റ്റാഫ് റൂമിൽ ഞങ്ങൾക്കും ചെന്ന് ഒന്നിച്ച് അവരോടൊപ്പം സീനിയറായ അധ്യാപകരോടൊപ്പം, ചിലപ്പം പ്രിൻസിപ്പൾ വരെ അവിടെ വന്നില്ല, ആ ജനറൽ സ്റ്റാഫ് റൂമിൽ വന്നിരിക്കും. അവരോടൊപ്പം അവിടെ ഇരിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം ജൂനിയറായ ഇതേപോലെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അവരോടൊപ്പം ഇരുന്ന് സംസാരിക്കാം. ആദ്യമൊക്കെ നമ്മൾ സംസാരിക്കത്തില്ല, ഇവർ കേട്ടുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അവരുടെ സംഭാഷണങ്ങൾ കയറുകയും അതിനോട് യോജിക്കുകയും അതിൽ വേണ്ട കാര്യങ്ങൾ ചിരിക്കുകയും തമാശകൾ ആസ്വദിക്കുകയും ഒക്കെ ചെയ്യത്തുള്ളൂ. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കും അവരോട് കൂടെ വർത്തമാനം പറയണം. അപ്പം നമ്മൾ പറയുന്ന വർത്തമാനത്തെ അവർ എൻകറേജ് ചെയ്യുന്നത്. അപ്പം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെയുണ്ട്. അപ്പോൾ ഒരു ഭയവുമില്ലാതെ നമ്മുടെ ആശയങ്ങൾ നമുക്ക് പറയാനുള്ളവരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അങ്ങനെ മറ്റ് അധ്യാപകരുടെ കോർപ്പറേഷൻ ജൂനിയർ വ്യത്യാസമില്ലാതെ, പ്രത്യേകിച്ച് ജൂനിയറായിട്ട് വരുന്ന അധ്യാപകരെ പ്രോത്സാഹിപ്പിച്ച് അവരെ ഒരു ഉന്നത നിലവാരത്തിൽ കൊണ്ടുവരുവാനായിട്ട് കോളേജിൻ്റെ പ്രശസ്തിയാണ് അവരെപ്പോഴും ആഗ്രഹിച്ചിരുന്നത്. അവരൊരു സ്വാർത്ഥ മനോഭാവമില്ല, വളരെ ഒരു ഷെയറിങ് മെൻറ്റാലിറ്റിയാണ്. അവർക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മളോട് പറയുക, നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ അവർ കേൾക്കുക, അതിന് വേണ്ട ഉപദേശങ്ങൾ തരിക. അതൊക്കെ ആ CMS കോളേജിൻ്റെ അധ്യാപകരുടെ ഒരു പ്രത്യേകതയാണ്. അമ്പലപ്പുഴ രാമവർമ്മ സാറിനെ പോലുള്ളവർ, അതുപോലെ തന്നെ പ്രൊഫസർ TT തോമസ്, പ്രൊഫസർ ഡോക്ടർ P തോമസ് സാറ്, പ്രൊഫസർ ഡോക്ടർ ജോർജ് M തോമസ് സാറ്, ഇവരൊക്കെ അങ്ങനെ നമുക്ക് വേണ്ട പ്രചോദനം തരുന്ന പ്രൊഫസർ ജോർജ് കോയ് സാറ്, ജോർജ് സാർ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു, എങ്കിലും സാറൊക്കെ വളരെ ഹെൽപ്പ് ചെയ്തു. എൻ്റെ ഉന്നത പഠനത്തിനൊക്കെ അവരൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് CMS കോളേജിൽ ഇരുന്നു കൊണ്ട് തന്നെ അവധിയൊന്നും എടുക്കാതെ എനിക്ക് അവിടെ റിസർച്ച് പൂർത്തീകരിക്കുവാനും ഡോക്ടറേറ്റ് ഡിഗ്രി എടുക്കുവാനും വിദേശത്തെ പോസ്റ്റ് ഡോക്ടറേറ്റ് ഡിഗ്രി പഠനത്തിന് പോകാനും ഒക്കെ സാഹചര്യം എനിക്ക് സൃഷ്ടിച്ചതാണ്. കാരണം CMS കോളേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഉന്നത വിദ്യാഭ്യാസത്തിന് പോകണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഠനത്തിന് പോകണമെങ്കിൽ അവർ ലീവ് തരാൻ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അത് നമ്മൾ ചോദിച്ചാൽ അവർ ലീവ് തരും. കാര്യം അത് നമ്മുടെ ഉന്നമനം മാത്രമല്ല, അത് കോളേജിൻ്റെ ഉന്നമനം കൂടിയാണ് എന്നുള്ള ഒന്ന് വിശാലമായി ചിന്തിക്കുവാൻ കഴിവുള്ള ഒരു കൂട്ടം അധ്യാപകരുടെ ഇടയിലായിരുന്നു ഞാൻ ജോലി ചെയ്യുന്നത്. അതൊക്കെ ഒത്തിരി എൻ്റെ സ്വഭാവത്തെയും അതുപോലെ തന്നെ എനിക്ക് ഈ കെമിസ്ട്രിയിലെ കൂടുതൽ പഠനങ്ങളിലേക്ക് മുമ്പോട്ട് പോകുവാനും ഒക്കെ CMS കോളേജിലേക്ക് ഉപയോഗിച്ചു. പക്ഷേ CMS കോളേജിലെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, CMS കോളേജിൽ ഒത്തിരി സമരം നടക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ CMS കോളേജിൽ സമരം നടക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ചെല്ലുന്ന ആദ്യത്തെ 2 വർഷം കഴിഞ്ഞപ്പം ആസ്കുത്ത് ഹോസ്റ്റലിൻ്റെ വാർഡനായിട്ട് ഞാൻ ഇരുന്നു. ആസ്കുത്ത് ഹോസ്റ്റലിൻ്റെ വാർഡനായിട്ടിരിക്കുമ്പോൾ അന്ന് നമ്മൾ ബാച്ചിലറായിട്ടിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ആ ബാച്ചിലറായിരിക്കുന്നവരെയാണ് ഹോസ്റ്റൽ. കാര്യം ഹോസ്റ്റലിൽ 24 മണിക്കൂറും അവിടെ അറ്റൻഷൻ വേണം. അതുകൊണ്ട് അതൊരു ഡിഗ്രിയും മാത്രമുള്ള സ്റ്റുഡൻസിൻ്റെ ഹോസ്റ്റലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ ഹോസ്റ്റലിൽ 2 വർഷം വാർഡനായിട്ടിരിക്കുവാനും എനിക്ക് സാധിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ കോളേജിൽ മിക്കവാറും സമരങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. കോളേജിൽ മിക്കവാറും സമരങ്ങളും ഒക്കെ നടക്കാറുന്ന ഒരു സമരമാണ്. അപ്പോൾ ഒരു ദിവസം സമരം നടന്നപ്പം
വെളിയിൽ നിന്ന് ആൾക്കാർ വരികയും അവിടെ അടിപിടി നടക്കുകയും ചെയ്തു. ഒരു വിദ്യാർത്ഥി മരണത്തിന് ആ സമരം ത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിയപ്പോൾ ആ സമരം കൊണ്ട് ഒരു വിദ്യാർത്ഥി മരണപ്പെടുകയാണ് ഉണ്ടായത്. ആ വിദ്യാർത്ഥി മരണപ്പെട്ടപ്പോൾ ഞാനന്ന് ഹോസ്റ്റലിൽ ഞാൻ പറഞ്ഞ വാർഡനായിരുന്നു. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞാൻ കെമിസ്ട്രി പഠിപ്പിക്കാനായിട്ട് ഒരു ക്ലാസ്സിൽ പോയി ഞാൻ ഡെസ്റ്റ് റൂമായിട്ട് തിരിച്ചു വന്ന് ഞങ്ങളുടെ ജനറൽ സ്റ്റാഫ് റൂമിലോട്ട് വന്നിരിക്കുകയാണ്. ആ സമയത്താണ് ഹോസ്റ്റലിൻ്റെ ഞങ്ങളുടെ ആ സ്റ്റാഫ് റൂമിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് പേര് വടിയുമൊക്കെ ആയിട്ട് കയറി വരുന്നു. അവർ താഴെ റോഡിൽ നിന്ന് കയറി വരുന്നവരോ വടിയൊക്കെ ആയിട്ട് കയറി വന്ന് അവരാണ് ആ ഗ്രേറ്റ് ഹാളിൻ്റെ ഭാഗത്തേക്ക് പോവുകയും ആ ഗ്രേറ്റ് ഹാളിൻ്റെ ഭാഗത്ത് വന്ന് നമ്മുടെ വിദ്യാർത്ഥികളെ അടിക്കുകയും ഏതായാലും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളും അടിയൊക്കെ ഉണ്ടായി. അവസാനം ഒരു കുട്ടി മരിക്കുകയും ചെയ്തു. അവസാനം ആ കുട്ടിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരിച്ചത്. അപ്പോൾ ഉടൻ തന്നെ ഇത് ഇപ്പോൾ കുടിമരിച്ച് ചോദിച്ചു. ഒരു രണ്ടാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് കോളേജിലെ പ്രശ്നമായി. കോളേജിലെ പോലീസ് വരുന്നു. അവർ ചോദിക്കുന്നു ഇത് വെളിയിൽ നിന്ന് ആരെങ്കിലും വന്നുണ്ടോ. അപ്പോൾ ഞാൻ ജനറൽ റൂമിൽ എന്നോടൊപ്പം വളരെ സീനിയറായ വേറെ കുറച്ച് അധ്യാപകരും ഞാനും ജൂനിയറായ മറ്റ് അധ്യാപകരും ഒക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഇങ്ങനെ ഇരുന്ന സമയത്ത് പോലീസ് അപ്പോൾ അവർ താഴെ നിന്ന് അവരെ കണ്ടുവന്ന് അപ്പം ആരോ പറഞ്ഞു ജനറൽ സ്റ്റാഫ് റൂമിൽ ഇരുന്നവരുടെ സൈഡിൽ കൂടാണ് ഇവർ കയറി വന്നതെന്ന്. അപ്പം ജനറൽ സ്റ്റാഫ് റൂമിൽ ഇരുന്നവരെ വിളിച്ച് ചോദിക്കാനായിട്ട് പോലീസ് ഓരോരുത്തരെയും വിളിക്കുക. അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ കുറച്ച് പേര് അവിടെ പോയി കയറി വന്നതായിട്ട് കണ്ടു എന്ന് പറഞ്ഞു. അതേസമയത്ത് എൻ്റെ സീനിയർ അധ്യാപകരും ഒപ്പം ഉണ്ടായിരുന്നു. അവരോടും പോലീസ് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരെയും വിട്ടയച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് എൻ്റെ ഒന്നാമത്തെ സാക്ഷിയായിട്ട് വന്നത് എൻ്റെ പേരാണ്. സക്രിയാവുമനാണ് ഒന്നാമത്തെ സാക്ഷി. ബാക്കി ആരും കണ്ടവരില്ല. ബാക്കി CMS കോളേജിൽ ആരും കണ്ടില്ല. ഒരു അധ്യാപകർ പോലും കണ്ടില്ല. അങ്ങനെയാണ്. അപ്പം ഞാനങ്ങ് വല്ലാതായിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കി അധ്യാപകരൊക്കെ എന്നെക്കാളും മുതിർന്ന അധ്യാപകരായിരുന്നു എങ്കിലും അന്ന് അത് പെട്ടെന്ന് നടന്ന സംഗതികളാണ്. ഇതുപോലെ പോലീസ് വരുന്നതും ഞങ്ങളോട് ഓരോരുത്തരോട് ചോദിക്കുന്നതും ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഡിസ്കസ് ചെയ്യാനോ ഒന്നും സമയം കിട്ടിയില്ല. കഴിഞ്ഞ പോലീസുകാർ ഓരോരുത്തരെയും വിളിച്ച് ചോദിക്കുമ്പോൾ തന്നെ അവർ റെക്കോർഡ് ചെയ്യുന്ന പോലെ കാര്യങ്ങൾ എഴുതിയെടുക്കാം. അന്ന് റെക്കോർഡിംഗ് ഒന്നുമില്ല. അന്ന് കാര്യങ്ങൾ എഴുതിയെടുക്കാം. അപ്പോൾ അവരൊക്കെ എഴുതിക്കൊണ്ട് പോയി. അങ്ങനെ കാര്യങ്ങളങ്ങ് പോയി. പക്ഷേ 2-3 ആഴ്ച, ഒരു മാസം കഴിഞ്ഞപ്പോൾ കാര്യത്തിൻ്റെ ഗതി അങ്ങ് മാറി. അവിടെ ആ കേസിൻ്റെ ഒന്നാമത്തെ സാക്ഷിയായിട്ട് സക്രിയ ഉമ്മനെ അവർ ഉൾപ്പെടുത്തുകയും ചെയ്തു. അതും മാത്രമല്ല, പിന്നീടാണ് മനസ്സിലായത് ആ താഴെ നിന്ന് കയറി വന്നവരൊക്കെ BJPയിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഈ ഞാനപ്പോൾ മിക്കവാറും പോലീസ് സ്റ്റേഷനിൽ പോവുക, കാര്യങ്ങൾ പറയാൻ ഇങ്ങനെ ഇരുന്നു. അവസാനം അവർ എന്നെ CMS കോളേജിലെ കുറച്ച് പേരെ അറസ്റ്റ് ചെയ്ത് 1-2 പേരെ കാണിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഇവരാണ് സാറ് കോളേജ് സ്റ്റാഫ് റൂമിലിരുന്ന് കണ്ടതും ഇപ്പോൾ ഈ കാണുന്നവരും ഇവർ രണ്ടുപേരും ഒരു കൂട്ടർ തന്നെയാണ് എന്ന് കൃത്യമായിട്ട് പറയണമെന്ന് പറഞ്ഞു. കോടതിയിൽ ചെന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ വരുമ്പം ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേര് ഓടിപ്പോകുന്നത് കണ്ടു. അവരുടെ വടിയൊക്കെ ഉണ്ടായിരുന്നതും കണ്ടു. അവരിന്ന ആളാണ് എന്ന് പറയാനായിട്ട് എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നെ നിർബന്ധിച്ചു. പോലീസ് മുറയിലൊക്കെ പക്ഷേ എന്നോട് ദേഹത്തോടുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ അന്നത്തെ SP ആയിരുന്നവരും പോലീസ് DYSP ആയിരുന്നവരും ഒക്കെ എന്നോട് ചോദിച്ചു. പക്ഷേ അവസാനം എനിക്ക് അതും അത് എൻ്റെ ജീവിതത്തിൽ നേരിട്ട വലിയൊരു പ്രശ്നമായിരുന്നു. അപ്പം ഇനിയിപ്പോൾ ഞാൻ കോടതിയിൽ പോയി സാക്ഷി പറയുമ്പോൾ ഞാൻ ആർക്കും എതിരായിട്ട് പറയും, എങ്ങനെ പറയുമെന്നൊക്കെ ഉള്ളു. പക്ഷേ ഏതായാലും അന്നത്തെ DSP ആയിരുന്നത് ഒരു ഷമുൽ സാർ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു CSI മെമ്പറും കൂടെ ആയിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഇതുപോലെ പഠിപ്പിച്ചേച്ച് ഞാൻ എൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഡെസ്റ്റ് റൂമായിട്ട് അങ്ങോട്ട് വരുമ്പോൾ എൻ്റെ കയ്യിലെ ചോക്ക് പോലും ഞാൻ കഴുകി കളഞ്ഞിട്ടില്ല. അപ്പോഴേ അവരിങ്ങനെ പോകുന്നത് കണ്ടുകൊണ്ട് പിന്നെ ഞങ്ങൾ അവർ ഓടിപ്പോകുന്നത് കണ്ടുള്ളൂ. ഓടിപ്പോകുന്നത് വെച്ച് എനിക്ക് ഇന്ന ആളാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് അവരല്ലെങ്കിൽ അതെൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റാണ്. ഇനി ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്നെ സാറ് ഇതിനകത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. ആ ഒരൊറ്റ വർത്തമാനം കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ഒറ്റ വർത്തമാനം കൊണ്ട് ആ DSP എന്നെ ഫസ്റ്റ് സാക്ഷിയിൽ നിന്ന് എന്നെ മാറ്റുകയും ചെയ്തു. പക്ഷേ എനിക്ക് അതിനകത്ത് ഒരു വിഷമത്തിലൂടെ എന്നെ ആശ്ചര്യപ്പെടുത്തിയത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സീനിയർ അധ്യാപകരൊക്കെ അവർ പറഞ്ഞു ഞങ്ങൾ കണ്ടു. പക്ഷേ പോലീസിൻ്റെ മുമ്പിൽ വന്നപ്പോൾ അവർ കണ്ടില്ല എന്ന് പറഞ്ഞത് എന്നെ ഒരു വിഷമിപ്പിച്ച ഒരു സംഗതിയായിട്ട് പറയാം. ഈ അടുത്തിടയിൽ അന്ന് കോട്ടയം SP ആയിരുന്നത് നമ്മുടെ ഇവിടെ അടുത്ത് വന്ന നമ്മുടെ പേരെ പെട്ടെന്ന് മറന്നുപോയി. ഈ നമ്മുടെ സെൻറ് തോമസ് CSI ചർച്ചിൻ്റെ പുതിയ പള്ളിയിൽ അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹത്തെ ഞാൻ
അദ്ദേഹത്തോട് അത് പറയുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടായി. അതിൻ്റെ ഒരു ഇത്. പിന്നെ എൻ്റെ ആസ്കുത്ത് ജീവിതവും വാർഡൻ ജീവിതവും അതിന് ശേഷമുള്ള കോളേജ് ലൈഫും ഒക്കെ വളരെ നല്ലതായിട്ട് മുമ്പോട്ട് പോകുമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ കോളേജ് ജീവിതം. കോട്ടയം CMS കോളേജിലെ പഠനവും അതിനുശേഷം അവിടെ പഠിപ്പിക്കാനായിട്ട് ഞാൻ കയറിയതും ഒക്കെ നിങ്ങളുമായിട്ട് അല്പം ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കോട്ടയം CMS കോളേജിൽ ഞാൻ പഠിക്കാനെത്തിയത് 1972 ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1967 മുതൽ 72 വരെ ഞാൻ പഠിച്ചത് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലാണ്. പ്രീ ഡിഗ്രിയും BSCയും പഠനം പൂർത്തീകരിച്ചത് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ നിന്നാണ്. വീട്ടിൽ നിന്ന് പോയി വരാവുന്നതേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഒരു ദിവസം രാവിലെ ബസ്സിൽ വന്ന് വൈകിട്ട് തിരിച്ചു പോകുന്ന ആ പഠനമായിരുന്നു ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലേത്. പക്ഷേ കോട്ടയത്തെത്തിയപ്പോൾ ഞാൻ താമസിക്കുന്നത് ഹോസ്റ്റലിലാണ്. അവിടെ ഞാൻ താമസിച്ചത് PG ഹോസ്റ്റലിലാണ്. PG ഹോസ്റ്റലിലെ എൻ്റെ ജീവിതം എന്തുകൊണ്ടും വ്യത്യസ്തമായിരുന്നു. കാരണം നമുക്കറിയാവുന്ന പോലെ ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് കോട്ടയം പട്ടണത്തിലേക്ക് ഞാൻ വരികയാണ്. കോട്ടയം പട്ടണം എന്ന് പറയുമ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ്. അക്ഷരനഗരി എന്നാണ് കോട്ടയത്തെക്കുറിച്ച് പറയുന്നത്. കോട്ടയത്തെക്കുറിച്ച് അറിയപ്പെടുന്നത് 3 ലെറ്റേഴ്സിലാണ്, 3 എല്ലിലാണ്. ഒന്ന് ലെറ്റേഴ്സ്, ലേക്ക് ആൻഡ് ലാറ്റക്സ്. അതായത് അക്ഷരങ്ങളുടെയും തടാകങ്ങളുടെയും റബ്ബറിൻ്റെയും നാടാണ് കോട്ടയം. ആ കോട്ടയത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് CMS കോളേജ്. ഏകദേശം 47 ഏക്കറോളം വിസ്തൃതമായ സ്ഥലത്തിൻ്റെ നടുവിൽ CMS കോളേജ്, കോട്ടയത്തിൻ്റെ നഗരത്തിൻ്റെ നടുവിൽ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന CMS കോളേജിൽ പഠിക്കുക, അവിടെ പഠിക്കാൻ വരിക എന്നത് ഒരു ബഹുമതി തന്നെയാണ്. അവിടെ പിന്നീട് പഠിക്കുക മാത്രമല്ല, അവിടെ പഠിപ്പിക്കാനും എനിക്ക് അവസരം ലഭിച്ചത് മറ്റൊരു ചരിത്രം കൂടിയാണ്. അപ്പോൾ ഞാൻ അവിടെ ഹോസ്റ്റലിൽ പഠിക്കാൻ വന്നു. കോളേജ് പ്രശസ്തമായ കോളേജാണെന്ന് ഞാൻ പറഞ്ഞു. കാരണം 1816 ആരംഭിച്ചതാണ് കോട്ടയം CMS കോളേജ്. ഞാനവിടെ പഠിക്കാൻ വരുമ്പോൾ ഏകദേശം 155 വർഷം കഴിഞ്ഞിരിക്കുന്നു. CMS കോളേജിലെ ഗ്രേറ്റ് ഹാള്, CMS കോളേജിലെ ചാപ്പല്, CMS കോളേജിലെ ഗ്രാമർ സ്കൂള്, ഇതൊക്കെ വളരെ പ്രശസ്തമായ ബിൽഡിങ്ങുകളാണ്. ഗ്രേറ്റ് ഹാള് 1892 നിർമ്മിച്ചതാണ്. അന്ന് അവിടുത്തെ പ്രിൻസിപ്പളായിരുന്ന ആദം ചാപ്മാൻ എന്ന ആളാണ് അത് നിർമ്മിച്ചത്, ഡിസൈൻ ചെയ്തത്. അന്നത്തെ കാലത്ത് 1892 500 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഹാളായിട്ടാണ് അത് പണിതത്. അതുകൊണ്ടാണ് ഇതിനെ ഗ്രേറ്റ് ഹാൾ എന്ന് പറയുന്നത്. അന്ന് കോട്ടയത്ത് നടന്ന പല ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്ങുകളും കൂടുതൽ പേരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള മീറ്റിങ്ങുകളെല്ലാം അവിടെയാണ് നടന്നിരുന്നത്. ഏകദേശം ഒന്ന് ആലോചിച്ച് നോക്കണം, അത്രയും ഒരു വിശാലമായ ചിന്തിക്കുവാനും അത്രയും പേർക്ക് ഇരിക്കുവാനും. അന്നും ആ ഗ്രേറ്റ് ഹാള് ഇന്നും അതുപോലെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. യാതൊരു വ്യത്യാസവുമില്ല, ഒരു വ്യത്യാസമില്ല. പെയിൻറ്റ് പോലും മാറ്റിയില്ല. പെയിൻറ്റ് അടിച്ചാലും അതേ സെയിം കളർ പെയിൻറ്റ് അടിക്കുന്നു. പെയിൻറ്റ് പോലും വ്യത്യാസമില്ലാതെ ആ ഗ്രേറ്റ് ഹാളിൽ. ആ ഗ്രേറ്റ് ഹാളിൽ ഞാൻ അവിടെ ആ ഗ്രേറ്റ് ഹാളിൽ പ്രഗത്ഭരായവരെ കേൾക്കാനും അതുപോലെ തന്നെ ആ ഗ്രേറ്റ് ഹാളിൽ പല പ്രാവശ്യം അതിൻ്റെ വേദിയിലിരുന്ന് സംസാരിക്കുവാനും അഭിസംബോധന ചെയ്യാനും ഒക്കെ എനിക്ക് പിന്നീട് ഭാഗ്യം സിദ്ധിച്ചത് ഒരു ചരിത്ര സംഭവമാണ്. അതുപോലെ തന്നെ അവിടുത്തെ ചാപ്പലും അതുപോലെ അവിടുത്തെ പഴയ പ്രിൻസിപ്പളും ആയിരുന്ന, അന്നൊക്കെ പ്രിൻസിപ്പൾമാരെല്ലാവരും വിദേശികളാണ്, സായിപ്പന്മാരാണ് പ്രിൻസിപ്പൾ. അവർ ഗോത്തിക് ആർക്കിടെക്ചറിൽ വെച്ച് സ്റ്റൈലിൽ പണിതതാണ്. അവിടുത്തെ പ്യൂസൊക്കെ ഒന്ന് പോയി കാണണം. പ്യൂസും അതുപോലെ തന്നെ അതിന് മറ്റ് പുൽപ്പറ്റുമൊക്കെ പ്രത്യേക രീതിയിലാണ്. അത് മറ്റു പള്ളികളിൽ ഒന്നുമില്ലാത്ത ഒരു രീതിയിലാണ് കോട്ടയം CMS കോളേജിലെ ആ ചാപ്പല് അതുപോലെ തന്നെ ഗ്രാമർ സ്കൂളിനെ കോളേജിനോളം 1816 തന്നെ ഉണ്ടാക്കണം. കോളേജിനോളം പഴക്കമുണ്ട് ഗ്രാമർ സ്കൂൾ. അങ്ങനെയുള്ള പ്രശസ്തമായ കോളേജിലാണ് ഞാൻ പഠിക്കാൻ ചെല്ലുന്നത്. ആ പ്രശസ്തമായ കോളേജ് പറഞ്ഞാൽ പല പ്രഗത്ഭരും നടന്നു നീങ്ങിയ മണ്ണാണ് കോട്ടയം CMS കോളേജ്. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ, നയന്ത്രജ്ഞന്മാർ, അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന KR നാരായണനെ, അതുപോലെ പ്രശസ്ത ഫിസിക്സ് ശാസ്ത്രജ്ഞനായ ECG സുദർശന്, അതുപോലെ KP കേശവമേനോന്, ഇങ്ങനെയുള്ളവരുള്ള പ്രഗത്ഭരായ ഒരു കോളേജിൽ ഞാനും പഠിക്കാൻ വന്നു എന്നുള്ളത് ഒരു ബഹുമതിയും പദവിയുമായിട്ട് ഞാൻ കരുതിയിരുന്നു. അവിടെ ഞാൻ ഹോസ്റ്റലിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഹോസ്റ്റലിൽ നമ്മുടെ അന്ന് ഞാൻ PG ഹോസ്റ്റലാണ് താമസിച്ചത്. CMS കോളേജിൽ 3 ഹോസ്റ്റലുകളാണ്. ഒന്ന് ആസ്കുത്ത് ഹോസ്റ്റൽ,
അത് പ്രീ ഡിഗ്രിക്കാർക്കും ഡിഗ്രി ആൺകുട്ടികൾക്കും വേണ്ടിയുള്ളതാണ്. ആസ്കത്ത് ഹോസ്റ്റൽ 1814 പണിതതാണ്. അതും ആദം ആസ്കത്ത് എന്ന് ഫ്രാൻസിസ് ആസ്കത്ത് എന്ന് പറഞ്ഞ ഒരു പ്രിൻസിപ്പിള് പണിതതാണ്, ഡിസൈൻ ചെയ്തതും പണിതതുമാണ്. ആ ആസ്കത്ത് ഹോസ്റ്റലും ഇന്നും അതുപോലെ തന്നെ നിൽക്കുന്നുവെന്നാണ്. ആ ആസ്കത്ത് ഹോസ്റ്റലിൻ്റെ ഒരു വാർഡനായിട്ടിരിക്കുവാനും എനിക്ക് കോളേജിലെ ജോലിയിൽ പ്രവേശിച്ചപ്പം അവിടുത്തെ ഒരു വാർഡനായിട്ട് ജോലി ചെയ്യുവാനും എനിക്ക് സാധിച്ചത് മറ്റൊരു ചരിത്രം കൂടിയാണ്. അതുപോലെ തന്നെ ലീ ഹോസ്റ്റലുണ്ട്. ലീ ഹോസ്റ്റലാണെങ്കിൽ പെൺകുട്ടികൾക്ക് മാത്രം പ്രീ ഡിഗ്രി മുതൽ PG വരെയുള്ള എല്ലാ പെൺകുട്ടികൾക്കും താമസിക്കാവുന്ന ഒരു ഹോസ്റ്റൽ ലീ ഹോസ്റ്റലും പണിത് ഒരു പ്രിൻസിപ്പിളാണ്. അതും ഒരു സായ് പ്രിൻസിപ്പിളായിരുന്നു. CMS കോളേജിൻ്റെ അവസാനത്തെ ഫോറിൻ പ്രിൻസിപ്പിളായിരുന്ന ഫിലിപ്പ് ലീ എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ ഡിസൈൻ ചെയ്തതും നിർമ്മിച്ചതുമാണ് ലീ ഹോസ്റ്റൽ. പിന്നെ ഞങ്ങളുടേതാണ് PG ഹോസ്റ്റൽ. PG ഹോസ്റ്റലിൻ്റെ നമ്പർ വളരെ കുറവായിരുന്നു. 20 വിദ്യാർത്ഥികൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നു. അന്തേവാസികൾ ഇനിമേറ്റ്സ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരോടൊപ്പം ഒരു നല്ല സുഹൃത്ത് ബന്ധം എനിക്ക് സ്ഥാപിക്കാനായിട്ട് സാധിച്ചു. വിവിധ സാഹചര്യങ്ങളിൽ നിന്ന് വന്നവർ, വിവിധ സാമ്പത്തിക സ്ഥിതിയിലുള്ളവർ, വിവിധ ചുറ്റുപാടുള്ളവർ, അങ്ങനെ തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നും എത്തിയവരാണ് അവർ. അവരോടൊപ്പം ഒന്നിച്ച് ചേരുവാനും ഒന്നിച്ച് ഷെയർ ചെയ്യുവാനും പങ്കിടുവാനും ഒക്കെയുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. വീട്ടിൽ നിന്ന് കോടുകുളഞ്ഞിയിൽ നിന്ന് വന്ന എനിക്ക് കോടുകുളഞ്ഞിയിൽ പഠിക്കാൻ കിട്ടുന്ന ഒരു അന്തരീക്ഷമായിരുന്നില്ല PG ഹോസ്റ്റലിൽ വന്നപ്പോൾ. അവിടെ ഒരു റൂമിൽ 2-3 പേരുണ്ട്. പിന്നെ ഞങ്ങൾ മുതിർന്ന വിദ്യാർത്ഥികളായിരുന്നത് കൊണ്ട് ഞങ്ങളുടെ വാർഡന് ഞങ്ങളോട് ഒരു വലിയ നിർബന്ധമൊന്നുമില്ല. എപ്പോഴും ഹോസ്റ്റലിൽ വരണം, എപ്പോഴും ഹോസ്റ്റലിൽ നിന്ന് പോകണം, അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വെളിയിലൊക്കെ പോകണമെങ്കിൽ സാറിൻ്റെ അനുവാദമില്ലാതെ, വാർഡൻ്റെ അനുവാദമില്ലാതെ ഞങ്ങൾക്ക് പോവുകയും വരികയും ചെയ്യാം. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നു, വെളിയിലൊക്കെ പോകണമെങ്കിൽ പോകാം, ഹോസ്റ്റലിൽ ഭക്ഷണമുണ്ട്. അപ്പോൾ എങ്കിലും നമുക്ക് ആ ഭക്ഷണം വേണ്ട, നമുക്ക് വെളിയിൽ പോയി ഭക്ഷണം കഴിക്കാൻ രാത്രിയിൽ എപ്പം വേണമെങ്കിലും ഒരു സിനിമയ്ക്ക് പോകുന്നതിന് ഒന്നും ആരോടും ചോദിക്കേണ്ട കാര്യം, ചോദിക്കാതെ പോവുകയും വരികയും ചെയ്യാമെന്ന് അത്രയേറെ സ്വാതന്ത്ര്യമാണ്. അപ്പം കോടുകുളഞ്ഞിയിലെ ആ ഒരു ഗ്രാമത്തിൽ വളരെ നിയന്ത്രണത്തിലും കൃത്യമായ സമയത്ത് പഠിക്കുകയും എടുക്കുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ നിന്ന് മാറി വന്നൊരു സാഹചര്യത്തിൽ, അതുകൊണ്ട് എനിക്ക് ആദ്യത്തെ ആ ഒരു വർഷം കോളേജിനോട് എനിക്ക് PG ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പഠനത്തോട് അത്രയൊരു പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയില്ല. അതിൻ്റേതായ കുറവ് എനിക്ക് അന്ന് റിസൾട്ട് വന്നപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തോറ്റുപോയെന്നല്ല, എങ്കിലും റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ച അത്രയും മാർക്ക് എനിക്ക് കിട്ടാനായിട്ട് സാധിച്ചില്ല. പക്ഷേ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്ക് ഞാനത് മെച്ചപ്പെടുത്തിയെടുത്തു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അപ്പം ഞങ്ങളുടെ ആ PG ഹോസ്റ്റലിലെ താമസം എന്നോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്നും ഏകദേശം 50 വർഷമായി ഞാനിപ്പോൾ അവിടുന്ന് PG ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് എങ്കിലും ഇന്നും പല വളരെ സുഹൃത്തുക്കളെ ഇന്നലെ പോലെ ഞാൻ അവരെ ഓർക്കുന്നുണ്ട്. PG ചാക്കോ, അദ്ദേഹം സുപ്രീം കോടതി ഒരു ജഡ്ജായിട്ടാണ് റിട്ടയർ ചെയ്ത് ഇപ്പം പുള്ളി ബാംഗ്ലൂരിൽ താമസിക്കുന്നു. സാം ഫിലിപ്പ് എന്ന് പറഞ്ഞ എൻ്റെ കൂടൊപ്പം തന്നെ എൻ്റെ റൂംമേറ്റ് ആയിരുന്നു. അദ്ദേഹം തിരുവല്ല മാർത്തോമ കോളേജിലെ ഒരു പ്രൊഫസറായിട്ടാണ് റിട്ടയർ ചെയ്തത്. അതുപോലെ തന്നെ VL ജോസ്, അതുപോലെ തന്നെ മറ്റ് ചന്ദ്രശേഖരന്, രാധാകൃഷ്ണന്, വിജയകുമാർ, ഇങ്ങനെയൊക്കെ കുറേ കൂട്ടുകാരെ എനിക്ക് സമ്പാദിക്കുവാനായിട്ട് ചെയ്യും. അവരോടൊപ്പം ഒന്നിച്ച് മുമ്പോട്ട് പോകാനായിട്ട്, അവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട്. പലരും സാമ്പത്തിക സ്ഥിതിയിൽ എല്ലാവരും വ്യത്യസ്ത ഇതാണ്. പലരും എന്നെക്കാളും വളരെ സാമ്പത്തിക സ്ഥിതി കുറഞ്ഞവർ, എന്നെക്കാളും സാമ്പത്തിക സ്ഥിതി കൂടിയവർ, അങ്ങനെ വിവിധ സാഹചര്യങ്ങളും വ്യത്യസ്ത സ്വഭാവമുള്ളവരുമൊക്കെയാണ്. പല കാര്യങ്ങളും എനിക്ക് അവിടെ നിന്ന് പഠിക്കാനായിട്ട് സാധിച്ചു. മറ്റുള്ളവരുമായിട്ടൊന്ന് ഷെയർ ചെയ്തു പോകാനായിട്ട്, മറ്റുള്ളവരോട് പങ്കിടുവാനായിട്ട്, മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്തുവാനായിട്ട്, അങ്ങനെയുള്ള ചില സ്വഭാവങ്ങളൊക്കെ ഞാൻ അറിയാതെ തന്നെ എന്നിൽ ഉണ്ടായത് PG ഹോസ്റ്റലിലെ എൻ്റെ താമസമാണ്. ഞാൻ നേരത്തെ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ അമ്മ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് തന്നു വിടുമായിരുന്നു. അപ്പം കഴിക്കാൻ തന്നു വിടുമ്പോൾ ഞാനത് ഹോസ്റ്റലിൽ കൊണ്ടുവരും. ഹോസ്റ്റലിൽ വെച്ചത് ഞാൻ എൻ്റെ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് കൊടുക്കും. ചില ദിവസമൊക്കെ ഞാൻ തന്നെ അത് വീട്ടിൽ തന്നെ എൻ്റെ പെട്ടിയിൽ തന്നെ വെക്കുകയും എൻ്റെ ടേബിളിൻ്റെ വളരെ സൂക്ഷിച്ച് ആരും കാണാതെ വെക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ അത് ഞാൻ അറിയാതെ തന്നെ, ഞാൻ ഇല്ലാത്ത സമയത്ത് ഞാൻ അങ്ങോട്ടും പോകുമ്പോൾ അവർ ഞാൻ അറിയാതെ എടുത്തു. അത് ആദ്യമൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നീട് മനസ്സിലായിടാം അതങ്ങനല്ല, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുകയും പങ്കിടുകയും അവരും ആവശ്യത്തിനാണല്ലോ എടുത്തത് എന്നൊരു തോന്നലുമൊക്കെ എന്നിൽ തന്നെ ഉണ്ടാകുകയാണ്. ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് ചോദിച്ചാൽ, ഞാൻ വലിയ അവധിക്ക്, അതായത് ആദ്യത്തെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് വീട്ടിൽ പോയി തിരിച്ചു വന്നപ്പോൾ നല്ലൊരു മുണ്ടും ഷർട്ടുമായിട്ടാണ് വന്നത്. നല്ല മുണ്ടും നല്ല ഷർട്ടുമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടതുമായിരുന്നു. ഞാൻ കോളേജിൽ അന്ന് മുണ്ടും ഷർട്ടുമാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ കോളേജിൽ വന്ന് ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ഞാൻ ഉപയോഗിച്ചില്ല. ഒന്നീ പള്ളിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിലോ അത് ഇടാമെന്ന് വിചാരിച്ച് പെട്ടിക്കകത്ത് തന്നെ മടക്കി സൂക്ഷിച്ച് വെച്ചിരുന്നു.
2 ദിവസം, ഒരാഴ്ച കഴിഞ്ഞ് 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പം എൻ്റെ ഒരു കോളേജിലെ തന്നെ എൻ്റെ എൻ്റെ റൂംമേറ്റ് അല്ല, എൻ്റെ ഹോസ്റ്റൽ മേറ്റ് ആയ ഒരു വിദ്യാർത്ഥി, മറ്റൊരു സുഹൃത്ത്, അതേ തരത്തിലുള്ള ഷർട്ടും മുണ്ടും ഉടുത്തുകൊണ്ട് വരും. അപ്പോൾ ഞാൻ നോക്കിയപ്പം, പക്ഷേ അവൻ എന്നെ കണ്ടപ്പം തന്നെ ചിരിച്ചുകൊണ്ട് എൻ്റെ അടുക്കലിട്ട് വന്നു. എന്നോട് പറഞ്ഞു, എടാ ഞാൻ എനിക്ക് തേച്ച ഷർട്ടുകളും എല്ലാ ഷർട്ടുകളും മുഷിഞ്ഞു, അത് നനച്ചതില്ല, തേച്ചതില്ല, അത് കാരണം നിൻ്റെ വീട്ടിൽ നോക്കിയപ്പോൾ ഇത് കണ്ടു, ഞാൻ എടുത്ത് കൊടുത്തു എന്ന്. എനിക്ക് ഏറ്റവും വിഷമമായി. ഞാൻ ആദ്യമായിട്ട് ഞാൻ ഉപയോഗിച്ചതല്ല, ഞാൻ വിഷമമായിട്ട് ഉപയോഗിച്ചതിന്. പക്ഷേ അവൻ എന്നെക്കാളും വളരെ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു. പക്ഷേ എനിക്കത് വളരെ വിഷമമായി. എങ്കിലും പിന്നീട് അവൻ്റെ അപ്രോച്ചാണ് എന്നെ കൂടുതലും നിശബ്ദനാക്കിയത്. കാര്യം എന്നെ പ്രശുദ്ധനാക്കിയത്. കാര്യം അവൻ വന്ന് എന്നോട് ചിരിച്ചുകൊണ്ടാണ് ഇത് ഞാൻ എടുത്തു എന്ന് എന്നോട് പറയുകയും, അപ്പം ഒരു സുഹൃത്ത് എന്ന മട്ടില്ല. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഇടപെടാനും ഒക്കെയുള്ള ഞാൻ അറിയാതെ തന്നെ എന്നിലുള്ള സ്വഭാവം രൂപീകരിക്കുവാനായിട്ട് ഹോസ്റ്റലിലെ ജീവിതം. അപ്പം ഹോസ്റ്റലിൽ അതുപോലെ തന്നെ ചാപ്പലിൽ എല്ലാ ഞായറാഴ്ചയും ചാപ്പലിൽ ഈവനിങ് സർവീസ് ഉണ്ട്. അന്ന് നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അവിടെ പിന്നീട് പ്രിൻസിപ്പളായ റവറൻ നെൻസി ജോൺ അച്ഛനാണ്. അച്ഛൻ്റെ നേതൃത്വത്തിലാണ് അവിടുത്തെ ആ ചാപ്പൽ സർവീസിൽ പങ്കെടുക്കുക. അതുപോലെ തന്നെ ഹോസ്റ്റലുകളെല്ലാം കൂടി 3 ഹോസ്റ്റലുകളും കൂടി ചേർന്ന് പ്രോഗ്രാമുകളുണ്ട്. ഒന്നിലെ ഓണാഘോഷ പരിപാടികൾ, ക്രിസ്മസ് പ്രോഗ്രാം, അതുപോലെ തന്നെ ആനുവൽ ഗെറ്റ് ടുഗദറാണ്. ആനുവൽ ഗെറ്റ് ടുഗദർ കാർണിവൽ എന്നാണ് പറയുന്നത്. ആനുവൽ കാർണിവലുണ്ട്. ഇത് 3ഉം നടക്കും. ഇത് 3ഉം നടക്കുന്നത് ലീ ഹോസ്റ്റലിൽ വെച്ചാണ്. ലീ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെണ്ണുങ്ങളുടെ ഹോസ്റ്റലാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ക്ലാസ് റൂമിന് വെളിയിൽ പെൺകുട്ടികളുമായിട്ട് സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമില്ല. ആരെങ്കിലും വളരെ ചുരുക്കമായിട്ട് ചിലർക്ക് സംസാരിച്ചായിട്ടുണ്ടാകാം, പക്ഷെ സംസാരിച്ചാൽ തന്നെ അതൊരു വലിയ സംഭവമായിട്ടാണ് അന്നത്തെ കാലത്ത് അറിയപ്പെട്ടത്. അതുകൊണ്ട് ഈ ലേഡീസുമായിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത്, അപ്പം ലീ ഹോസ്റ്റലിൽ ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു അവസരമാണിത്. അപ്പോൾ ആ ദിവസങ്ങളൊക്കെ ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അതും അപ്പം ലീ ഹോസ്റ്റലിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ചെല്ലാം. PG ഹോസ്റ്റലിലുള്ളവർക്കും ആശ്രിത ഹോസ്റ്റലിലുള്ള എല്ലാവർക്കും ചെല്ലാം. ഓരോ പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കാം. PG ഹോസ്റ്റലിൽ ഞങ്ങൾ അന്ന് അവതരിപ്പിച്ചത് ഒരു നാടകം അവതരിപ്പിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. അന്നൊരു പെണ്ണിൻ്റെ വേഷം, സ്ത്രീയുടെ വേഷം ആണ് ഞാൻ ആക്ട് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ കാലത്തെ പോലെ ലേഡീസ് വന്ന് ഒരു നാടകത്തിൽ ലേഡീസ് വന്ന് അതേപടി അല്ല, ആണിനെ പെണ്ണാക്കി മാറ്റിക്കൊണ്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാനൊരു ലേഡിയായിട്ട് ആക്ട് ചെയ്തതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അങ്ങനെയുള്ള അതുപോലുള്ള ഒന്നിച്ചു പോകാനും അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. PG ഹോസ്റ്റലിലെ ജീവിതം. അതിനുശേഷം PG ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട് കോളേജിൽ ഞങ്ങളുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനലിറ്റിക്കൽ കെമിസ്ട്രിയിലാണ് ഞാൻ MSc ബിരുദം എടുത്തത്. അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ അന്ന് 9 വിദ്യാർത്ഥികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അനലിറ്റിക്കൽ കെമിസ്ട്രി കേരളത്തിൽ അന്ന് ഒരു യൂണിവേഴ്സിറ്റിയാണ് ഉണ്ടായിരുന്നത്, കേരള യൂണിവേഴ്സിറ്റി മാത്രം. അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തുടങ്ങി, പക്ഷേ കേരള യൂണിവേഴ്സിറ്റി ഏകദേശം തിരുവനന്തപുരം മുതൽ ഏതാണ്ട് തൃശ്ശൂർ വരെ ഉള്ളവരെല്ലാം ഒരേ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിൽ അനാലിറ്റിക്കൽ കെമിസ്ട്രി, MSc അനാലിറ്റിക്കൽ കെമിസ്ട്രി ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനം CMS കോളേജ് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 9 പേരാണ് അവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. ആ 9 പേര് ലാബിൽ ഒരു കോപ്പറേറ്റീവ് മെൻറ്റാലിറ്റി ഉണ്ട്. അവിടെ ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CMS കോളേജിലാണെങ്കിൽ അവിടെ ഞങ്ങൾക്ക് അറ്റൻഡേഴ്സ് ഉണ്ട്. 1-2 അറ്റൻഡേഴ്സ് ലാബിലുണ്ട്. പക്ഷേ അവരാരും ഞങ്ങളെ സഹായിക്കത്തില്ല, അവരെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കത്തുള്ളൂ. അപ്പോൾ അവിടെ അപ്പാരറ്റസ് വാഷ് ചെയ്യുന്നതും തിരിച്ചു വെക്കുന്നതും എടുക്കുന്നതും അതുപോലെ അവിടെ സൊല്യൂഷൻ ഉണ്ടാക്കുന്നതും എല്ലാം ഞങ്ങൾ തന്നെയാണ്. അപ്പം അതൊക്കെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കാനായിട്ട് പഠിച്ചു. ഒരു ഷെയറിങ് മെൻറ്റാലിറ്റി അവിടെ നിന്നുണ്ടായി. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ ഒരു ബ്യൂററ്റ് ഒരാളുടെ ഉണ്ടായിരിക്കാം, മറ്റൊരാൾക്ക് ബ്യൂററ്റ് ഇല്ല, അല്ലെങ്കിൽ മറ്റൊരാൾക്കൊരു ഗ്ലാസ് റോഡില്ല. ഇത് എൻ്റെ നിന്ന് അവൻ എടുക്കുകയും അവൻ്റെ നിന്ന് എന്നെ എടുക്കുകയും അങ്ങനെയൊക്കെയുള്ള. അപ്പം ഓരോരുത്തർക്കും പ്രത്യേകം അപ്പാർട്ടസ് എല്ലാം പ്രത്യേകം അസൈൻ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ലാബ് കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പം ആ അപ്പാർട്ടസ് എല്ലാം തിരിച്ചു കൊടുക്കണം. ഏതെങ്കിലും നഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഫൈൻ ആ ഇൻഡിവിജ്വൽ വ്യക്തിയാണ് കൊടുക്കേണ്ടത്. എങ്കിൽ തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും ഒരാൾക്കില്ലെങ്കിൽ കൊടുക്കുകയും ഒരാളുടെ പൊട്ടിപ്പോയാൽ കൊടുക്കുകയും. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ഹോസ്റ്റലിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിഡ്സ് അപ്പാരറ്റസ് എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. അവിടെ ആ കിഡ്സ് അപ്പാരറ്റസിൽ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് ഉണ്ടാക്കാനായിട്ടാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്തും ആ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് അയൺ സൾഫൈഡും അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡും ഒക്കെ നമ്മൾ തന്നെ ആഡ് ചെയ്യേണ്ടി. അതൊരു ദിവസം ഞാനാണ് ചെയ്തത്. പക്ഷേ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ കിഡ്സ് അപ്പാരറ്റസ് പൊട്ടിപ്പോയി. അപ്പോൾ അത് എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റാണ്. കാര്യം ഞാൻ സൾഫ്യൂരിക് ആസിഡ് വെള്ളത്തിലോട്ട് ഒഴിക്കാം, പക്ഷേ അത് ഹൈലി എക്സോതെർമിക് റിയാക്ഷൻസ് ആണ്. പെട്ടെന്ന് ചൂടുണ്ടാകും. ആ ചൂടുണ്ടായിട്ട് കിഡ്സ് അപ്പാരറ്റസ് പൊട്ടുകയായിരുന്നു. പക്ഷേ ആ കിഡ്സ് അപ്പാരറ്റസ്, അപ്പം ഞങ്ങളുടെ പ്രൊഫസർ ഇത് കണ്ടു, ഇത് അറിഞ്ഞ് വന്നു. അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ വില 300 രൂപയാണ്, ആ 300 രൂപ താൻ തരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അന്നത്തെ കാലത്തെ 300 രൂപ എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് 1 വർഷം ഹോസ്റ്റലിൽ കൊടുക്കേണ്ട പൈസ ആ 300 രൂപയുള്ളൂ. അപ്പോൾ ഓർക്കണം, അന്നേരം ആ 300 രൂപ ഒരാൾ തന്നെ എടുക്കാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ എൻ്റെ മറ്റുള്ള 9 പേരോട് ഞാൻ പറഞ്ഞു,
ഈ 300 രൂപ എനിക്ക് തന്നെ എടുക്കാൻ പറ്റത്തില്ല. ഒരിക്കലും എനിക്ക് വീട്ടിൽ ചെന്ന് പറയാനോ അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ അത് കിട്ടുവാനോ ഉള്ള സാഹചര്യമല്ല ഉള്ളത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടെ എന്നോട് സഹായിക്കണം. നമുക്ക് എല്ലാവർക്കും കൂടെയാണ് ഞാൻ ഈ ഗ്യാസ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. പക്ഷേ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റാണ്, അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അവരെല്ലാവരും കൂടെ എല്ലാവരും 30 രൂപ ഇതെടുത്തപ്പം 10 പേരായപ്പോൾ 300 രൂപ കൊടുക്കാൻ എനിക്ക് പറ്റി. അതൊക്കെ ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു സംഭവമാണ്. കാര്യം അപ്പോൾ അവർ പറയുക, എൻ്റെ കൂട്ടുകാരനോട് പറയുക, നീ പൊട്ടിച്ചത്, നീ അത് എടുത്തോണമെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാനൊക്കെ 300 രൂപ കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ എന്നെ രക്ഷിച്ച എൻ്റെ ആ കൂട്ടുകാരോടൊക്കെയുള്ള ആ പ്രതിബദ്ധതയും അവരുടെയുള്ള സ്നേഹവും കരുതലും ഇപ്പോഴും എന്നോടുള്ള സ്നേഹവും കരുതലും ഒക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ CMS കോളേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ലെക്ചറിങ് ആണ്, അവിടെ ടീച്ചിങ് അല്ല. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഞാൻ CMS കോളേജിലേക്ക് വരുമ്പോൾ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ ഒരു ടീച്ചിങ് ആണ്. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ അവിടെ പഠിപ്പിക്കും, അവിടെ നോട്ട് തരും, ക്വസ്റ്റ്യൻ പറഞ്ഞു തരും, ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയും. അതിന് നമ്മൾ അതുപോലെ അങ്ങ് പഠിച്ചിട്ട് പരീക്ഷ എഴുതിയാൽ മതി. അതുകൊണ്ട് ഒരു വ്യത്യാസമില്ല, അത് പരീക്ഷയ്ക്ക് വരികയും ചെയ്യും, പരീക്ഷയ്ക്ക് നമുക്ക് നല്ല മാർക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് BScക്ക് എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. അതേസമയത്ത് CMS വന്നപ്പോഴത്തേക്ക് അത് നിലനിർത്താൻ എനിക്ക് പറ്റിയില്ല. കാരണം CMS കോളേജിൽ ലെക്ചറിങ് ആണ്. ലെക്ചറിങ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ തന്നെ തിങ്ക് ചെയ്താണ് ആൻസർ കണ്ടുപിടിക്കണം. അവർ ക്വസ്റ്റ്യൻ പറയും, പക്ഷേ ആൻസർ പറയത്തില്ല. ആൻസർ നമുക്ക് ഉണ്ടാക്കാം, എന്നിട്ട് നമുക്ക് അവരോട് ചോദിക്കാം വെദർ ദിസ് ആൻസർ ഈസ് കറക്റ്റ് ഓർ നോട്ട്. എപ്പോഴും ഒരു വൈ എന്നുള്ളൊരു ചോദ്യം, വൈ ദിസ് ഈസ് ഹാപ്പനിങ്. ഒരു സോൾട്ട് വെള്ളത്തിലിട്ടാൽ അത് ഡിസോൾവ് ചെയ്യും, ചില സോൾട്ട് വെള്ളത്തിലിട്ടാൽ ഡിസോൾവ് ചെയ്ത് തരാം. വൈ സം ആർ ഡിസോൾവിങ്, സം ആർ നോട്ട് ഡിസോൾവിങ്. ഇങ്ങനെയുള്ള ഒരു ചോദ്യവും ആൻസറും ക്വസ്റ്റ്യൻ ആൻസർ രീതിയിലാണ് CMS കോളേജിലൊക്കെ. അപ്പോൾ CMS കോളേജിലെ പഠനമൊക്കെ ഒരു പ്രത്യേകതയാണ്, എല്ലാം കൊണ്ടും പ്രത്യേകതയുള്ള ഒരു കോളേജ് CMS കോളേജ്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ 9 വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. 9 പേർക്കും റാങ്ക് ഉണ്ട്. കാര്യം 10 റാങ്കാണ് CMS കോളേജിലെ ഒരു കോഴ്സിന് യൂണിവേഴ്സിറ്റി പറയുന്ന 10 റാങ്ക്. 11ാമത്തെ റാങ്ക് തൊട്ട് അവരെ കൂട്ടത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് 10 പേർക്കും റാങ്ക് ഉണ്ട് എന്നുള്ളതാണ്. 9 പേർക്കും റാങ്ക് ഉണ്ട്. അത് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾ ഞാനിപ്പോഴും ഓർക്കുന്നത് PD തോമസ് എന്നാണ്. PD തോമസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്ന് അദ്ദേഹം റിസർച്ച് എടുത്തിട്ട് വളരെ പ്രശസ്തമായ ഒരു സയൻറ്റിസ്റ്റായിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. PD തോമസ്. അദ്ദേഹത്തിന് മാത്രമേ അന്ന് ഞങ്ങളുടെ ഇതിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടിയുള്ളൂ. അത് 60% ആയിരുന്നു. അതേസമയത്ത് ബാക്കിയുള്ളവരെല്ലാം 3-4-5 പേർക്ക് സെക്കൻഡ് ക്ലാസ് കിട്ടി, ബാക്കിയുള്ളവർക്ക് തേർഡ് ക്ലാസ്സുമാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് സെക്കൻഡ് ക്ലാസ്സാണ് കിട്ടിയത്. പക്ഷേ എന്നാലും എനിക്ക് പല കാര്യങ്ങളും അവിടുന്ന് പഠിക്കാനായിട്ട് പോയിട്ട് കെമിസ്ട്രിയിൽ ഇൻട്രസ്റ്റ് തുടങ്ങിയതും കെമിസ്ട്രി പഠിക്കാൻ ശരിക്കും തുടങ്ങിയതും നേരത്തെ തൊട്ടേ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, എങ്കിലും കൂടുതൽ കാര്യകാരണ സഹിതം പഠിക്കാൻ തുടങ്ങിയത് CMS കോളേജിൽ പഠിക്കാൻ തുടങ്ങിയപ്പോഴും അതുപോലെ തന്നെ പിന്നീട് എനിക്ക് CMS കോളേജിൽ ജോലി കിട്ടിയപ്പോഴുമാണ് ഞാൻ കെമിസ്ട്രി ശരിക്കും പഠിച്ചു തുടങ്ങിയത് എന്നെനിക്ക് പറയാൻ പറ്റും. അതൊന്നും ഒരു കുറവായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. അതൊക്കെ എൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തിന് കൂടുതൽ കരുത്തുകയായിരുന്നു ആ പഠന രീതിയൊക്കെ. അതുപോലെ തന്നെ CMS കോളേജിലെ ജോലി കിട്ടിയതും ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഞാൻ പഠിച്ച് ഇറങ്ങിയ സമയത്ത് 74-75 കാലത്ത് ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് കോളേജുകളിലൊന്നും ജോലിയില്ല. വേക്കൻസികളില്ല. വേക്കൻസികൾ ഇല്ലാഞ്ഞിട്ടല്ല, വേക്കൻസി അനൗൺസ് ചെയ്യുന്നില്ല. കാരണം 1972 പ്രൈവറ്റ് കോളേജുകളിൽ ഡയറക്റ്റ് പേയ്മെൻറ്റ് വന്നത്. 1972 വരെ കോളേജുകളിൽ മാനേജ്മെൻറ്റാണ് ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത്. അധ്യാപകർക്ക് ശമ്പളം കൊടുത്തിരിക്കുന്നത് മാനേജരാണ്. വിദ്യാർത്ഥികളുടെ നിന്ന് ഫീസ് എടുക്കുന്നതും മാനേജരാണ്. പിന്നെ ഗവൺമെൻറ്റിൽ നിന്ന് ഗ്രാൻറ്റ് കിട്ടും. ഇതൊക്കെ കൊണ്ടാണ് കോളേജിൻ്റെ ചെലവുകളും അധ്യാപകരുടെ ശമ്പളമൊക്കെ കൊടുത്തിരുന്നത്. 1972 ആൻ്റണി ഗവൺമെൻറ്, AK ആൻ്റണി ചീഫ് മിനിസ്റ്റർ ആയിരുന്നപ്പോഴാണ് അന്ന് വലിയ ഒരു സമരം നടക്കുകയും സമരത്തിൻ്റെ ഭാഗമായിട്ട് മാനേജ്മെൻറ്റിനെ നിയന്ത്രിക്കാൻ വേണ്ടി എല്ലാ അധ്യാപകർക്കും ഡയറക്റ്റ് പേയ്മെൻ്റ് ആക്കി. ഗവൺമെൻറ്റിൽ നിന്ന് ഡയറക്റ്റ് സാലറി കൊടുക്കുക. അപ്പം ഗവൺമെൻറ് സാലറി കൊടുക്കുമ്പം അധ്യാപകരുടെ നിയമത്തിൽ ചില നിയന്ത്രണങ്ങളൊക്കെ ഗവൺമെൻറ് കൊണ്ടുവരും. അപ്പോൾ അവിടെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ രൂപപ്പെടുത്തേണ്ടത്. അതിനുവേണ്ടി ഈ 72 മുതൽ 74 വരെ ഒരൊറ്റ കോളേജുകളിലും ഒരു വേക്കൻസി പോലും ആരെയും എടുക്കാതെ വേക്കൻസി അനൗൺസ് ചെയ്യാതെ അങ്ങനെ കിടക്കുക. അപ്പോൾ വേക്കൻസി ഒന്നും ഇല്ലാതിരുന്ന സമയത്ത്, പക്ഷേ 74-75 ആയപ്പോഴത്തേക്ക് ചില കോളേജുകളൊക്കെ CMS കോളേജ് പോലുള്ള കോളേജുകളിലൊക്കെ വേക്കൻസി അനൗൺസ് ചെയ്യുകയും കിട്ടാനും. ഇപ്പോൾ CMS കോളേജ്, ബിഷപ്പ് കോളേജ് അന്നുണ്ട്. ഈ 2 കോളേജിലും ഞാൻ അപ്ലൈ ചെയ്ത് എനിക്ക് CMS കോളേജിൽ കിട്ടുകയും ചെയ്തു. പക്ഷേ കോളേജിൽ കാലാവധി 1 വർഷം ഞാൻ പഠിത്തത്തിന് ശേഷം 1 വർഷം ഞാൻ വെറുതെ എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ പഠനം തുടങ്ങിയപ്പം തൊട്ട്, ഞാൻ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം തൊട്ട് ഞാൻ ട്യൂട്ടോറിയലിൽ പഠിപ്പിക്കാനാണ് തുടങ്ങിയത്. കോടുകുളഞ്ഞിയിലെ ട്യൂട്ടോറിയൽ, ചെങ്ങന്നൂർ, പന്തളം, തിരുവനന്തപുരം ഒക്കെ ട്യൂട്ടോറിയൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ഞാൻ മറ്റ് ജോലികൾ ശ്രമിച്ചു. കാരണം ട്യൂട്ടോറിയൽ കോളേജിലെ അത്ര ഒരു
പെർമനൻറ്റ് ജോലിയല്ല, പെൻഷനില്ല, ഒന്നുമില്ല. നമുക്ക് അവർക്ക് എപ്പം വേണമെങ്കിലും നമ്മളെ പിരിച്ചുവിടാം. അതുകൊണ്ട് കോളേജിൽ ഒരു പെർമനൻറ്റ് ജോലി കിട്ടുക എന്നുള്ളത് ഞാൻ അപ്പം അപ്പോഴും ഞാൻ ഈ സമയത്ത് തന്നെ മറ്റ് ജോലികളും ഞാൻ ശ്രമിച്ചിരുന്നു. AGS ഓഫീസ്, അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സീക്രട്ട് സർവീസാണ് റിസർച്ച് അനാലിസിസ് വിങ്, റോ എന്ന് പറയും. അവിടെയൊക്കെ ഞാൻ ജോലിക്ക് അപേക്ഷിച്ചു. പക്ഷേ ഇവിടെയൊക്കെ ജോലിക്ക് ഞാൻ പോകുമ്പോഴും എനിക്കത് കിട്ടണമെന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിലില്ല. കാരണം എൻ്റെ ഇതൊരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അധ്യാപകനാകുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അതനുസരിച്ച് ഞാൻ അതാണ് എൻ്റെ ചിന്തയും അതുപോലെ എൻ്റെ ആഗ്രഹവും മനസ്സിലുള്ളൂ. പക്ഷേ മറ്റാരോടും ഞാൻ പറഞ്ഞില്ല. കാര്യം കോളേജിൽ ഒരു സെക്കൻഡ് ക്ലാസ് ഉള്ള എനിക്ക് കോളേജിൽ അധ്യാപകനായിട്ട് കിട്ടാനുള്ള സാധ്യത കുറവ്. അതുപോലെ തന്നെ കോളേജുകളിലെ വേക്കൻസി നമ്പർ കുറവ്. ഇതുകൊണ്ടൊക്കെ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലായിരുന്നു. എങ്കിലും എൻ്റെ മനസ്സിലുണ്ട്. അത് കാരണം ഒരു അധ്യാപകനാകണം എന്നുള്ളത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളത് വേറെ മറ്റൊരു വസ്തുതയാണ്. കാരണം കോടുവളഞ്ഞി തന്നെ ഒരു അധ്യാപകരുടെ ഒരു കൂട്ടമാണ്. കൊടുവളഞ്ഞി ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ കൊടുവളഞ്ഞിയിൽ ജനിച്ചതും വളർന്നു വന്നതും. ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ പോകുമ്പോൾ സൺഡേ സ്കൂൾ പഠിക്കുമ്പോൾ അവിടെ സൺഡേ സ്കൂൾ സൂപ്രണ്ട് പോത്തൻ സാറ്, സൺഡേ സ്കൂളിൻ്റെ മറ്റ് സാറന്മാർ പഠിപ്പിക്കുന്ന പലരും അധ്യാപകരാണ് അവിടെ പഠിപ്പിക്കാൻ വരുന്നത്. അവരെല്ലാം സാറും അല്ലാതെ തന്നെ എല്ലാവരും വിളിക്കുന്നവരാണ്. അതുപോലെ തന്നെ പള്ളിയിലെ 2 കൈക്കാരന്മാർ, പോത്തൻ സാറും ജോസഫ് സാറും, അവർ 2 സാറുമാരാണ്, പഴയ ഹെഡ് മാസ്റ്റർമാരാണ് അവർ 2 പേരും. അതുപോലെ പഴയ DEOമാർ, പഴയ AEOമാർ, അങ്ങനെയുള്ളവരാണ് പള്ളിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നവരും. കൊടുവളഞ്ഞിയിലുള്ള എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഒരു ടീച്ചർ വീതം ഉണ്ടാകുന്നവർ. അതേ രീതിയിലാണ്. അപ്പോൾ എൻ്റെ ഫാദറിൻ്റെ സിസ്റ്റേഴ്സും 3 പേരും ടീച്ചേഴ്സാണ്. അതുകൊണ്ട് ഒരു ടീച്ചറാകണം, ഒരു അധ്യാപകരാണ്. അതുകൊണ്ട് സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് എനിക്ക് ആഗ്രഹം തോന്നിയുമില്ല. കോളേജിൽ ഏതായാലും ദൈവം എൻ്റെ ചിന്തയും എൻ്റെ മനസ്സും അനുസരിച്ച് ദൈവം ഈ CMS കോളേജിൽ തന്നെ എനിക്ക് ജോലി ലഭിക്കുകയും ചെയ്തു. കോളേജിലെ ജീവിതവും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിരുന്നു. എനിക്ക് 100% പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു ജോലിയായിരുന്നു കോട്ടയം CMS കോളേജിലേത്. അങ്ങനെയാണ് CMS കോളേജ് ജോലി ചെയ്യുകയും അതനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയും ഞാൻ ചെയ്തു. Let us start the meeting with a prayer by Reverend Dr. A.V. Thomas. Okay, Prathika, please pay attention, please. Almighty Heavenly God, we thank you, we praise you, glorify your continued blessings upon us. Each and every one we bless our Lord. This time we are gathered here, especially 3 years. Your servant serve with your anointing. Now the time to go back to continue to serve the country we belong. Oh Lord, your daughter has to accept the position you have offered years ago. Bless that position she can enlighten young people's heart and mind, bring them the academic achievement world. Their life they can be enlightened through her teaching and guidance. We ask you for your guidance, your inspiration, your protection on the ground and the air when she's traveling within a couple of weeks, oh Lord. Achan and Maud is going to be remaining here, continue ministry. We ask you for your guidance, the Holy Spirit presence, protection, both them far and near. All this congregation is thankful and praise and glorify their services, O Lord. Continue to give healthy and strong, dedicated life until you come again. We ask you all the blessings, each and every one here, and continue ministry and activity committees. In Jesus' name we pray. Amen. Welcome speech by Joint Secretary Mr. Abhilash Davison.
Good afternoon, everyone. It's a great pleasure to welcome you all to a special reception as we come together to bid farewell to someone truly dear to our hearts, our beloved Coach Amar, as she prepares to return back to India. On behalf of the entire St. Thomas Seaside Church family, I would like to extend a warm welcome to Ben Yeshin family and each one of you present, especially to our Kochima and family. Kochima, your presence has been a true blessing for all of us. Over the years, you've not only supported action with love and dedication, but you've also been a mentor and a friend to so many in this congregation. Your kindness, grace, and unwavering faith have touched all of us in more ways than we can count. And as you head back to India, we want you to know that while we'll miss you deeply, we will carry the wisdom and warmth that you've shared with each and every one of us in our hearts. We're thankful for all the moments, the encouragement, and the prayers that you have given to each one of us. Your impact will continue to resonate within this church, and we'll hold you in our thoughts and prayers, trusting that God's love will continue to guide and bless you in this next chapter of your life. Let us all enjoy this time together to celebrate Kochima's journey with us, and may it be a fond time of memories and well wishes. Once again, Kochima, thank you for everything, and we pray for your safe journey and God's blessing on you and your family. Thank you. Next one is the presidential address. ആദരണീയനായ അച്ഛന്മാരെ റവറൻഡ് ബെന്നി തോമസ് അച്ഛൻ, റവറൻഡ് ഡോക്ടർ എ വി തോമസ് അച്ഛൻ, പ്രൊഫസർ അനി ബെന്നി പോൾ അച്ഛമ്മ, സെക്രട്ടറി റോബിൻ തോമസ്, ട്രഷറർ മിസസ് മേരി എബ്രഹാം, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് ആൻഡ് പ്രിയമുള്ള സഭാജനങ്ങളെ, Benny Thomas Sachin and family have been with us for the last 3 years. I say they have been the part and parcel of our congregation since their arrival in Houston. Now they are planning to go back after successfully completing their tenure. Kochima is going a bit earlier. Everybody knows the reason. Kochima is here on leave from CMS College. She has been working as a professor of sociology in the Department of Sociology, CMS College, Kottayam. Her leave is about to expire, so she has to go back and join the service. Premula Benny Ani Benny Kochima. കഴിഞ്ഞ 3 വർഷം നമ്മോടൊപ്പമായിരുന്നു. കൊച്ചമ്മയുടെ ശുശ്രൂഷകൾ, സേവനങ്ങൾ, പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും സഭയുടെ സ്നേഹവും ആദരവും ബഹുമാനവും അറിയിക്കുവാനും മംഗളകരമായ സന്തോഷകരമായ ഒരു യാത്ര ആശംസിക്കുവാനുമാണ് നാം ഏവരും ഇവിടെ കൂടിയിരിക്കുന്നത്. അത് സഭയുടെ കടമ കൂടിയാണ്. ഇറ്റ് ഈസ് ആൻ ഒബ്ലിഗേഷൻ ഫോർ ചർച്ച്. ഇതിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സഭയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഒരു ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് അച്ഛനാണ്. Priest is the father of the congregation എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ priest wife കൊച്ചമ്മ is the mother of the congregation. ഞാൻ കൊച്ചമ്മയെ മദർ എന്ന് വിളിക്കുന്നില്ല, കൊച്ചമ്മ വളരെ ചെറുപ്പമാണ്. എങ്കിലും ആ മദർ എന്നുള്ള ആ മഹത്വം, that is an honorable position. അതിൻ്റെ മഹത്വവും ദൗത്യവും എന്തെന്ന് അറിഞ്ഞുകൊണ്ട് ആണ് കഴിഞ്ഞ 3 വർഷവും ഇവിടെ നമ്മോടൊപ്പം ആയിരുന്നു എന്നുള്ളതിന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. കൊച്ചമ്മ ഒരു ചർച്ചിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും മെച്ചമാകുന്നത്, അല്ലെങ്കിൽ അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും സജീവമാകുന്നത്, അനുഗ്രഹീതമാകുന്നത് അവർ കുടുംബമായി ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. ഒരു യൂണിറ്റായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ കൂട്ടായ പ്രവർത്തനം
അതായിരുന്നു അച്ഛനും കൊച്ചമ്മയും നേഴ്സാമ്മളും കഴിഞ്ഞ 3 വർഷമായി നമ്മളൊപ്പം ഉണ്ടായിരുന്നു ചെയ്തത്. കൊച്ചമ്മ അങ്ങനെ ഒരു യൂണിറ്റായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള കൊച്ചമ്മയ്ക്ക് എല്ലാ ക്വാളിഫിക്കേഷൻസും ഉണ്ട്, എല്ലാ ക്വാളിറ്റീസും ഉണ്ട്. ഒന്നാമതായിട്ട് പറഞ്ഞാൽ കൊച്ചമ്മ ഒരു അച്ഛൻ്റെ മകളാണ്. നമ്മുടെ അധികൃത മഹാദേവ ഡയസിസിന്റെ മുൻ സെക്രട്ടറി ആയിരുന്ന പൗലോസ് അച്ഛൻ്റെ മകളാണ് കൊച്ചമ്മ. പൗലോസ് അച്ഛനെ കണ്ടിട്ടും പരിചയമുള്ളവർക്കും സംസാരിച്ചിട്ടും അറിയാം, ഒരു ലാളിത്യത്തിന്റെ പര്യായമാണ് പൗലോസ് അച്ഛൻ. അതുകൊണ്ട് കൊച്ചമ്മയ്ക്കും ആ സിംപ്ലിസിറ്റിയും ലാളിത്യവും കൊച്ചമ്മയും കൈവശമാക്കിയിട്ടുണ്ട്. കൊച്ചമ്മ മാത്രമല്ല, കൊച്ചമ്മ പ്രൊഫസറാണ്. ഷീസ് എ ടീച്ചർ ബൈ പ്രൊഫഷൻ. നല്ല സിംപ്ലിസിറ്റി, ഈ ഗുണങ്ങളെല്ലാം ഒത്തുചേർന്നുകൊണ്ട് ആയിരുന്നു കൊച്ചമ്മയുടെ പ്രവർത്തനങ്ങൾ. കൊച്ചമ്മ വളരെ ചുറുചുറുക്കോടും ശുഷ്കാന്തിയോടുമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ പള്ളിയിലേക്ക് ഈ വാതിൽ തുറന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അച്ഛനും കൊച്ചമ്മയും ഞായറാഴ്ച മാത്രമല്ല മറ്റു ദിവസങ്ങളിലും കാറിൽ നിന്ന് ഇറങ്ങി ധൃതി വെച്ചാണ് രണ്ടുപേരും കൂടെ വരുന്നത്. ഒരാൾ വലത്തോട്ട് പോകും, വെസ്ട്രീറ്റോട്ട്, മറ്റൊരാൾ ഇടത്തോട്ടാണ് പോകുന്നത്. ഇടത്തോട്ട് പോയിട്ട് നടന്ന് നീങ്ങി ആ കിച്ചണിന്റെ സൈഡിലോട്ട് നോക്കും. അവിടെ എല്ലാം ഉണ്ടോ, കാപ്പിക്ക് വേണ്ട സംഗതികളെല്ലാം ഉണ്ടോ, സൺഡേ സ്കൂളിന്റെ കസാരകളെല്ലാം ഉണ്ടോ, കൊയറിന് വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ടോ, ഏറ്റവും അവസാനം വന്ന് നമ്മുടെ വീഡിയോ, ഓഡിയോ, കമ്പ്യൂട്ടറിന്റെ സംഗതികൾ എല്ലാം കൂടെ ആണല്ലോ. ഇതൊന്നും സൂപ്പർവൈസ് ചെയ്യുകയല്ല. ഇതിനെല്ലാം ആളുണ്ടോ ഇല്ലെങ്കിൽ അതിന് ഒരു കൈത്താങ് തരാൻ സഹായിക്കാൻ ഞാൻ റെഡിയാണ്, വേണമെങ്കിൽ സഹായിക്കാൻ എന്നുള്ള ഒരു സന്ദേശവുമായാണ് ഈ നടന്ന് നീങ്ങുമ്പോൾ കാണുന്നവർക്ക് ഒരു പുഞ്ചിരിയും സമ്മാനിച്ചുകൊണ്ടാണ് കൊച്ചമ്മ നടന്ന് നീങ്ങുന്നത്. അപ്പോൾ കൊച്ചമ്മ വളരെ ശുഷ്കാന്തിയോടുകൂടിയാണ് നമ്മുടെ ഈ സഭയിൽ പ്രവർത്തിച്ചിരുന്നത്. കൊച്ചമ്മ അച്ഛനെ സഹായിക്കുന്നതിൽ ഏറ്റവും ശുഷ്കാന്തിയുണ്ടായിരുന്നു. കാരണം അച്ഛനെ യാത്രയൊക്കെ പോകുമ്പോൾ കൊച്ചമ്മ ഒരു GPS പോലെയാണ്. അച്ഛൻ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകണമെന്ന് അച്ഛൻ വളരെ ചിന്തിച്ചും അല്ലെങ്കിൽ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ടെൻഷനോടുകൂടിയാണ് ട്രാക്ക് ചെയ്യുന്നത്. കൊച്ചമ്മ വളരെ റിലാക്സ് ചെയ്തിട്ട് സൈഡിലിരിക്കുക, ഒരു GPS പോലെ. കൊച്ചമ്മയ്ക്ക് അറിയാം ഈ ഹോസ്റ്റലിലെ എല്ലാ വഴികളും കൊച്ചമ്മയ്ക്ക് അറിയാം. ആരുടെ വീട്ടിലും 1 മിനിറ്റ് നേരത്തെ ചെല്ലണമെങ്കിൽ ഏത് വഴിയും കൂടെ പോയാൽ എളുപ്പം ചെല്ലാമെന്ന് കൊച്ചമ്മയ്ക്ക് അറിയാം. അങ്ങനെ ഒരു GPS പോലെ കൊച്ചമ്മയ്ക്ക് അച്ഛന് പറഞ്ഞു കൊടുക്കാൻ കൂട്ടായി കൊച്ചമ്മ കൂടെ ഉണ്ടായി. മാത്രമല്ല നമ്മുടെ ചർച്ചിന്റെ കൂടുതൽ പ്രവർത്തനങ്ങൾ അക്കാഡമിക്കാണ്. എഴുതാനും സന്ദേശം അയക്കാനും ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കി ഒരു പറയുവാനായിട്ട് കൊച്ചമ്മ എപ്പോഴും കൂടെ ഉണ്ട്. ഒരു ഡോക്യുമെന്റ് എഴുതിയാൽ ആ ഡോക്യുമെന്റിൽ ഒന്ന് പോളിഷ് ചെയ്യാനായിട്ട്, അതിന്റെ ഒരു പ്രൂഫ് ഒന്ന് നോക്കാനായിട്ട് ഒക്കെ കൊച്ചമ്മ കൂടെ ഉണ്ട്. അത് മാത്രമല്ല അതിനൊരു കോസ്മെറ്റിക് സ്റ്റൈൽ കൊടുക്കാനായിട്ട് അതും കൊച്ചമ്മയ്ക്ക് അറിയാം. അപ്പം അച്ഛൻ്റെ അതേ വേരുകളിൽ ചിന്തിക്കാനും സംസാരിക്കാനും എഴുതുവാനും കഴിവും കൊച്ചമ്മയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് കൊച്ചമ്മയുടെ ഒരു ക്യൂൽ ബോട്ട് പോലെയോ ഒരു GPT പോലെയോ അച്ഛനോടൊപ്പം ഈ കാര്യം അക്കാഡമിക് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് അച്ഛനോടൊപ്പം കൊച്ചമ്മ കൂടെ ഉണ്ടായി. അതുകൊണ്ട് അച്ഛൻ്റെ ഈ പ്രവർത്തനങ്ങൾ അച്ഛനൊരു വലിയ വിജയമായിരുന്നെങ്കിൽ ആ വിജയത്തിന്റെ കൂടുതൽ ഭാഗം അവകാശപ്പെടാവുന്നത് കൊച്ചമ്മയ്ക്ക് തന്നെയാണ്. അപ്പോൾ ഇന്ന് രാവിലെ അച്ഛൻ ചോദിച്ചു ഇത്രയേറെ കാര്യങ്ങൾ പറയാനുണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛനേക്കാളും ഇമ്പോർട്ടൻസ് കൊച്ചമ്മയ്ക്കാണ് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഞാൻ അച്ഛനും കൊച്ചമ്മയും ഇവിടെ വന്നപ്പോൾ അതൊരു കറേജും സാക്രിഫൈസുമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. കാരണം എന്താ, കൊച്ചമ്മ കോട്ടയം CMS കോളേജിലെ ജോലി 3 വർഷത്തെ ജോലി വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാകുന്നത്. ജോലി വേണ്ടെന്ന് വെച്ചപ്പോൾ സാലറി ഒന്നും ഇല്ല എന്നുള്ളതാണ്. സാലറി ഇല്ല, ഇൻക്രിമെന്റ് ഇല്ല, സീനിയോറിറ്റി ഇതൊന്നുമില്ല. ആ കോളേജിലൊക്കെ ഇപ്പം നിന്നൊക്കെ അവർക്കും അറിയാവുന്ന പോലെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ കോളേജിലൊക്കെ ഒരു മാന്യമായ ഭേദമായ സാലറിയാണ്. അത് ഡോളറിൽ കൺവേർട്ട് ചെയ്ത് നല്ലൊരു എമൗണ്ട്, ഞാൻ എമൗണ്ട് ഒന്നും പറയുന്നില്ല, നല്ലൊരു എമൗണ്ട് വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് കൊച്ചമ്മ ഇങ്ങോട്ട് വന്നിരുന്നത്. മാത്രമല്ല കൊച്ചമ്മയ്ക്ക് ഈ ഇൻക്രിമെന്റ് ഇല്ലെന്ന് പറഞ്ഞാൽ അത് പെൻഷൻ പറ്റി മരിക്കുന്നത് വരെ പെൻഷൻ കിട്ടുന്നത് വരെ അതിന്റെ ലോസ് ഉണ്ടെന്നുണ്ട്. അതുപോലെ തന്നെ സീനിയോറിറ്റി. കൊച്ചമ്മ came here, she was the head of the department of sociology department. But now when she joins there, she is going to be the junior most. ഇതൊക്കെ ത്യജിച്ചുകൊണ്ടാണ്. ഇതൊക്കെ അപ്പം ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കറേജും ഒരു സാക്രിഫൈസും ഉണ്ട്. അപ്പോൾ കൊച്ചമ്മയ്ക്ക് ഒരു വിഷനുണ്ട്. താൻ അച്ഛൻ്റെ കൂടെ കോൺഗ്രിഗേഷനിൽ പോകേണ്ടതാണെന്നും ആ കോൺഗ്രിഗേഷനിൽ ജോലി ചെയ്യേണ്ടത് അച്ഛനോടൊപ്പം കൂട്ടായി വർക്ക് ചെയ്യേണ്ടതെന്നും ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻസ്. മറ്റെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്.
അതുകൊണ്ട് ഒരു സാമ്പത്തിക ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായാലും കുഴപ്പമില്ല. രഹസ്യത്തിൽ കാണാൻ പിതാവോ പ്രതിഫലം കൊടുക്കുമെന്ന് യാതൊരു സംശയമില്ല. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. കൊച്ചമ്മയ്ക്ക് we are highly thankful to you and we appreciate and thankful for your leadership, your support and all your activities you rendered to this congregation. മംഗളകരമായ ഒരു യാത്ര ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങളെവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമസ്കാരം. സാറിനെ ഞാൻ സാറിൻ്റെ തമാശകളും അതുപോലെ തന്നെ പ്രസംഗങ്ങളും ഒക്കെ ഓൺലൈനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സാറിനെ ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുകയാണ്. കണ്ടതിൽ വളരെ സന്തോഷം. സാറ് ഹൂസ്റ്റൺ വോയിസിന് വേണ്ടി ഒരു ഇൻ്റർവ്യൂ തരാമെന്ന് സമ്മതിച്ചതിൽ വളരെ ഞങ്ങൾക്ക് സന്തോഷം, നന്ദിയുണ്ട്. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് സക്രിയ ഉമ്മൻ, പ്രൊഫസർ ഡോക്ടർ സക്രിയ ഉമ്മൻ. കോട്ടയം CMS കോളേജിലെ കെമിസ്ട്രി അധ്യാപകനായിട്ട് ദീർഘകാലം ഞാൻ സേവനമനുഷ്ഠിച്ചു. അതിനുശേഷം ഇവിടെ വന്നൊരു യൂണിവേഴ്സിറ്റി കുറച്ച് നാൾ പഠിപ്പിച്ചു. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് റിട്ടയർഡ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ സാറിനെ കണ്ടതിൽ വളരെ സന്തോഷം. സാറിന് ഇപ്പോൾ ഇവിടെ വന്നതിൽ സാറിൻ്റെ തിരുവനന്തപുരത്തെ മറ്റുള്ള ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് കുറച്ച് അറിയാൻ ആഗ്രഹമുണ്ട്, സന്തോഷമുണ്ട്. സാറിൻ്റെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടികളെ സാറ് എടുത്ത് വളർത്തുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ഉന്നമനത്തിന് വേണ്ടി ലോകസഭയെ ആകർഷിക്കുകയും ഒക്കെ സാറിൻ്റെ പ്രോഗ്രാമിൽപ്പെട്ടതാണെന്ന് വളരെയേറെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും സാറ് പറയാനായിട്ട് വളരെ സന്തോഷം, ഞാൻ കേൾക്കാൻ സന്തോഷമുണ്ട്. ഓക്കെ. ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഒരു ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടൊരു സെൻറ്ററാണ്. അതിനകത്ത് പ്രധാനമായിട്ടും കുട്ടികളെ സെൽഫ് സഫിഷ്യൻ്റ് ആക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഡിഫറൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭിന്നശേഷിയുള്ള കുട്ടികളെ അവിടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞതിന് ശേഷം അവർക്ക് നമ്മളൊരു സ്റ്റൈപ്പൻഡ് എല്ലാ മാസവും കൊടുത്ത് അവരുടെ ഭക്ഷണവും മറ്റുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് അവരുടെ പാരൻസിന് എംപ്ലോയ്മെൻറ്റ് കൊടുത്ത് ഈ കുട്ടികൾക്ക് കലാപരമായ കഴിവുകളുണ്ടെങ്കിൽ അതിനകത്ത് അപ്ലിഫ്റ്റ് ചെയ്ത് അവർക്കൊരു സ്വയം വരുമാനം ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ അവർക്കൊരു ജീവിതം നൽകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെൻറ്ററാണ്. അതോടൊപ്പം തന്നെ അവർക്ക് സാധാരണ സയൻറ്റിഫിക് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള തെറാപ്പികളും, ഒക്കുപേഷണൽ തെറാപ്പിയും എല്ലാ തെറാപ്പികളും കൊടുക്കുന്ന സംവിധാനമുണ്ട്. ഈ സംവിധാനത്തിലൂടെ കുട്ടികൾ ഇപ്പോൾ 250 കുട്ടികൾ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിനകത്തുണ്ട്. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് കാസർഗോഡ് എൻഡോസൾഫാൻ വിക്ടിംസ് അടക്കമുള്ള ഡിഫറൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് 1000 കുട്ടികൾക്ക് ആശ്രയം കൊടുക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്ന IIPD എന്ന് പറയുന്ന ഒരു വലിയ പ്രോജക്റ്റാണ് വരാൻ പോകുന്നത്. കോട്ടയം CMS കോളേജിൽ നിന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, കോട്ടയത്ത് വിവിധ കോളേജുകളിൽ ഹിന്ദി അധ്യാപകനായിരുന്ന ഒരു പ്രൊഫസർ ഡോക്ടർ MK ലൂക്ക എന്ന് പറയുന്ന ഒരാളെ അറിയുമെന്ന് എനിക്കറിഞ്ഞില്ല. അദ്ദേഹം ന്യൂയോർക്കിലായിരുന്നു. അതിനുശേഷം നാട്ടിലേക്ക് ഒന്ന് റിട്ടയർ ആയിട്ട് വന്നു കഴിഞ്ഞ് ഒരു ദിവസം തിരുവനന്തപുരത്ത് ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ വന്ന് കണ്ട് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറിൻ്റെ മനസ്സ് മാറിയത് കാസർഗോഡ് വെച്ചല്ലേ, അങ്ങനെയുണ്ടെങ്കിൽ കാസർഗോഡ് അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി ഒരു സെൻറ്റർ തുടങ്ങുകയാണെങ്കിൽ ഞാൻ സ്ഥലം മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 20 ഏക്കർ ലാൻഡ് അദ്ദേഹം മേടിച്ചു തന്നു. അൺഫോർച്ചുനേറ്റ്ലി അധിക കാലം അദ്ദേഹം ഉണ്ടായില്ല. ഒരു ബ്രെയിൻ ട്യൂമർ വന്നു. അദ്ദേഹം ഈ ഭൂമി വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോഴും ന്യൂയോർക്കിലുണ്ട്, ലാലി എന്നാണ് പേര് അവരുടെ. ഞാനിപ്പോൾ മിനിഞ്ഞാന്നും അവരെ കണ്ടിരുന്നു. അപ്പോൾ ഈ MK ലൂക്ക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേരിലാണ് കാസർഗോഡുള്ള പ്രോജക്റ്റ് വരാൻ പോകുന്നത്. അതിനകത്ത് നമുക്കൊരു 1000 കുട്ടികൾക്ക് ലൈഫ് കൊടുക്കാൻ സാധിക്കും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് 2027 നവംബർ 20-ാം തീയതി ആകുമ്പോഴേക്കും അത് പൂർത്തിയാക്കണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് പ്രകൃതിയായിട്ട് അവിടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ 2 വിങ്ങായിട്ട്, ഞങ്ങളുടെ ഒരു ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ബോർഡുണ്ട്. ജിജി തോംസനാണ് ഞങ്ങളുടെ ചെയർമാൻ. അടൂർ ഗോപാലകൃഷ്ണൻ ഞങ്ങളുടെ പഴയ ചീഫ് സെക്രട്ടറി, പഴയ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി. അപ്പോൾ അദ്ദേഹം ഒരു ടീമും കൂടി CSR പ്രോജക്റ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പല ഭാഗത്തും. ഞാൻ M-Cube എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തതിന് ശേഷം ആ പ്രോഗ്രാം ലോകത്തിൻ്റെ പല ഭാഗത്തും നടത്തി അതിലൂടെ കിട്ടാവുന്ന ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, അയർലൻഡ്, ഖത്തർ, ഓസ്ട്രേലിയ, ദുബായ് എവിടെയൊക്കെ ഷോ ചെയ്തു. അമേരിക്കയിലും വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അടുത്ത വർഷം 2026 മെയ് 15 മുതൽ ജൂൺ 15 വരെ അമേരിക്കയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രോഗ്രാം നടത്തി അതിലൂടെ ഫണ്ട് മൊബിലൈസ് ചെയ്യുന്ന കൂടിയാണ് M-Cube എന്ന് പറയുന്ന മാജിക് മ്യൂസിക് ആൻഡ് മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു 3 മണിക്കൂർ ദൈർഘ്യമുള്ള പ്രോഗ്രാം നടത്തി. സാർ എങ്ങനെ ഈ കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്? ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയൊരു ടാലന്റ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് എ ഹോസ്പിറ്റൽ, ഇറ്റ്സ് നോട്ട് എ ബഡ്സ് സ്കൂൾ. 14 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ. കാരണം നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ ഇത്തരം കുട്ടികൾക്ക് +2 കഴിഞ്ഞതിന് ശേഷം ഗവൺമെന്റ് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല. അപ്പോൾ ആ കുട്ടികൾ ആ സമയത്ത് അവരുടെ ഹോർമോൺ ചേഞ്ചസിന്റെ ഒക്കെ ഭാഗമായിട്ട് ഒരുപാട് പ്രോബ്ലം ഉള്ള സമയമാണ്. അപ്പോൾ ആ കുട്ടികൾ ആ സമയത്ത് അവിടെ കൊണ്ടുവന്ന് ചെറിയൊരു ടാലന്റ് അവർക്കുണ്ടെങ്കിൽ ആ ടാലന്റ് കണ്ടെത്തി അതിനകത്ത് അവരെ അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ടാലന്റ് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള പറ്റിയ
ഇൻസ്പെക്ടേഴ്സ് നന്നായിട്ടുണ്ട്. ഒരു 150ഓളം സ്റ്റാഫ് അവിടെ, തെറാപ്പിസ്റ്റുകളും ഡോക്ടേഴ്സും ഒക്കെ ആയിട്ട് 150ഓളം സ്റ്റാഫ് അവിടെ ഉണ്ട്. അവർക്കൊക്കെ അതൊരു വോളണ്ടറി ആണോ? അല്ല, എല്ലാവർക്കും സാലറി കൊടുത്തു. നല്ല സാലറി കൊടുത്തു. നല്ലൊരു എമൗണ്ട് ഒരു മാസം, വലിയൊരു എമൗണ്ട് ഒരു മാസം വരുന്നുണ്ട്. ഈ കുട്ടികൾക്ക് എല്ലാവർക്കും എല്ലാ മാസവും സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ആളുകൾ, നല്ല മനുഷ്യർ ഈ ലോകത്തുണ്ട് എന്നുള്ളതിന്റെ ഭാഗമായി അവിടെ ആളുകൾ വന്ന് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് ബാലൻസ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളൊപ്പം അവിടെ താമസിക്കുകയാണോ? അല്ല, നമ്മൾ 4 ബസ്സുണ്ട്. ആ ബസ്സിനകത്ത് അതുകൊണ്ട് അവർക്ക് സ്റ്റൈഫൻഡ് കൊടുത്ത് വരാനുള്ള അല്ല, നമ്മുടെ ബസ് തന്നെയാണ്. നമ്മുടെ ബസ്സിൽ തന്നെ കൊണ്ടാക്കുക ചെയ്യുന്നത്. ശരി. അപ്പം കുട്ടികളെ, പിന്നെ ഇവർക്ക് ഇങ്ങനെ പോകുന്നവർക്ക് നമുക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പ്രൊഫഷണൽ ഇത് കിട്ടുന്നുണ്ടോ? അത് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ടൊന്നും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇറ്റ്സ് നോട്ട് എ ക്യൂറബിൾ. ഇതൊരിക്കലും അവരെ അപ്ലിഫ്റ്റ് ചെയ്യാം എന്നതിനപ്പുറം അവർക്കൊരു കോൺഫിഡൻസ്, അതായത് സോഷ്യൽ ഇതുണ്ടല്ലോ, സോഷ്യൽ ലൈഫ് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ മാരേജസിനെ കൊണ്ടുപോകാനും അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശരി. അപ്പം കാസർഗോഡും ഇത് തന്നെ 2027 തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവിടെ 1000 സ്റ്റുഡൻസ് അല്ലേ? ഇത് ഞങ്ങളുടെ സെനിയാണ് ഹൂസ്റ്റൺ ബോയ്സിന്റെ ഇവിടെ അമേരിക്കയിലെ സെക്രട്ടറി, അതിന്റെ പബ്ലിസിറ്റി സെക്രട്ടറിയാണ്. ഒന്ന് രണ്ട് കാര്യം കൊണ്ട് ചോദിച്ചാൽ, സാർ എത്ര നാളായി അമേരിക്കയിൽ വന്നിട്ട്? എത്ര ദിവസമായി? ഇനി എവിടേക്കാണ് പോകാനുള്ളത്? ഇല്ല, ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ വന്നത്. അതിനുശേഷം ഇനി ഷിക്കാഗോയിൽ പോകുന്നുണ്ട്, കൊളംബസിൽ പോകുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ന്യൂയോർക്കിൽ തന്നെ വന്ന് യാത്രയാവും. തിരിച്ച് 28-ാം തീയതി ഞാൻ തിരിച്ചു പോകും. നവംബർ 20th പോകും. കുറച്ച് ദിവസം കൂടെ. സാറ് സ്വദേശം എവിടെ? നാട്ടിൽ നിലമ്പൂരാണ്. പക്ഷെ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. താമസിക്കുന്നത്. അപ്പൊ ഈ നിങ്ങളുടെ സെന്ററിന്റെ അടുത്ത് തന്നെയായിരിക്കും? അതെ. ശരി. അതെവിടെ തിരുവനന്തപുരം എക്സാക്ട് ആയിട്ട്? ഡിഫറൻറ്റ് ആർട്സ് സെന്റർ കഴക്കൂട്ടത്താണ്. കഴക്കൂട്ടത്ത് ഗവൺമെന്റിന്റെ ലാൻഡാണ്. കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്കിന്റെ അതിനകത്താണ്. അപ്പൊ എങ്ങനെ ഗവൺമെന്റ് സപ്പോർട്ടാണ്? അതെല്ലാം ഉണ്ട്. ഗവൺമെന്റ് സപ്പോർട്ട് പറഞ്ഞാൽ സപ്പോർട്ടായിട്ടില്ല, അവർ ലീസ് കൊടുത്ത് സാധാരണ രീതിയിൽ തന്നെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയനൊക്കെ നല്ല സപ്പോർട്ടാണ്. കാരണം അവിടെ ഇപ്പോൾ പ്രോഗ്രാമിന്റെ തറക്കല്ലിടാൻ വേണ്ടിയിട്ട് അദ്ദേഹമാണ് കാസർഗോഡ് വന്നിരുന്നത്. നല്ല കാര്യം സാറേ. ഇല്ല, ഞാൻ പ്രൊഫഷണൽ ഷോ പരിപൂർണമായിട്ട് സ്റ്റോപ്പ് ചെയ്തു. അതിന് പ്രൊഫഷണൽ അല്ല, നേരെ മറിച്ച് മാജിക് ഉണ്ട്. മാജിക്കും മ്യൂസിക്കും മോട്ടിവേഷൻ ചേർത്ത് വെച്ച പരിപാടിയാണ്. അപ്പൊ സാർ അത് നിർത്താൻ കാരണം ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ശ്രദ്ധിക്കാൻ വേണ്ടി ഇത് നിർത്തിയെന്നേ ഉള്ളൂ അല്ലേ? ശരി. അപ്പൊ സാറ് സ്വന്തമായിട്ട് ഒത്തിരി സാക്രിഫൈസ് അത് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഫിനാൻഷ്യലായിട്ട് ഒത്തിരി ഹെൽപ്പ് ഇത് കിട്ടുന്നതാണല്ലോ. വേണ്ടെന്ന് വെച്ചിട്ടാണ്. സാറിന്റെ കുടുംബത്തെ പറ്റി ഒന്ന്? കവിത എന്നാണ് വൈഫിന്റെ പേര്, വിസ്മയ് എന്നാണ് മോന്റെ പേര്. മോൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. വൈഫ് വീട്ടിൽ തന്നെയാണ്, കൂടെ തന്നെയാണ്. ശരി. വളരെ സന്തോഷം സാർ. താങ്ക് യു സോ മച്ച്. സെനിയും കൂടെ ചേർന്ന് എടുക്കണ്ടായോ? ഒന്നുകൂടെ എടുക്കാൻ പറ്റുമോ? ഇതിന് ഇരുന്നിട്ട് നമുക്ക് പുറത്ത് വെച്ചെടുപ്പിക്കാം. താങ്ക് യു സാർ. കണ്ട് വളരെ സന്തോഷം. ജേർണലിസ്റ്റിനോടൊപ്പം കോളേജിൽ പഠിപ്പിക്കാൻ എനിക്കും അവസരമുണ്ടായിരുന്നു. CMS കോളേജിലെ ഒരു ചാപ്ലൈനായിട്ടാണ് അച്ഛനവിടെ ഉണ്ടായിരുന്നത്. അച്ഛൻ എല്ലാ ഞായറാഴ്ചയും ചാപ്പലിലെ സർവീസ്, എനിക്കൊന്നും ഇവിടെ ഡിവോഴ്സുള്ളവരെല്ലാം അച്ഛൻ്റെ ആ ചാപ്പൽ സർവീസിൽ ഞായറാഴ്ച 4 മണിക്കുള്ള സർവീസിൽ പങ്കെടുത്തതാണ്. അച്ഛനെക്കുറിച്ച് CMS കോളേജിനെ കുറിച്ച് പറഞ്ഞു. CMS കോളേജ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ക്യാപിറ്റേഷൻ ഫീസ് മേടിക്കാത്തൊരു കോളേജ് ആയിരുന്നു. അച്ഛൻ യാതൊരു കാരണവശാലും അച്ഛൻ്റെ സമയത്ത് ഈ കോളേജിലെ റോയ് സാറ് പറഞ്ഞതുപോലെ കോളേജിന് പൈസ ഇല്ല. കാര്യം സാർമാർക്ക് സാലറി കൊടുക്കുമെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് പൈസ ഇല്ല. അപ്പോൾ അവിടെ ആരോ പറഞ്ഞു, പേരൻറ് ടീച്ചേഴ്സ് അസോസിയേഷൻ നമുക്ക് കൂടാം, പേരൻറ് ടീച്ചേഴ്സ് അസോസിയേഷൻ വഴി നമുക്ക് പൈസ വാങ്ങിക്കാം. അച്ഛൻ പറഞ്ഞു, ഞാൻ പ്രിൻസിപ്പൾ ആയിരിക്കുന്നിടത്തോളം കാലം ഒരൊറ്റ പൈസ ഇവിടെ മേടിച്ചില്ല. ആ അച്ഛൻ റിട്ടയർ ചെയ്യുന്ന ഒരു പൈസ പോലും മേടിച്ചില്ല. അച്ഛൻ ചില വാല്യൂസ് ഉണ്ട്. CMS കോളേജിന് പൈസ വാങ്ങിച്ച് മുമ്പോട്ട് പോകേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് കിട്ടും എന്നുള്ള രീതിയിൽ അച്ഛൻ മറ്റു രീതിയിൽ അച്ഛൻ ആ കാര്യങ്ങളെല്ലാം അച്ഛൻ പ്രിൻസിപ്പളായിരുന്നു. അതുകൊണ്ട് വളരെ കാര്യമായിട്ട് സകല ഞാനത് ഓർക്കുന്നുണ്ട്. അച്ഛനൊരു തീരുമാനമെടുത്താൽ നിങ്ങൾക്കും അറിയാമല്ലോ, ഞാൻ ആസ്പത്രി വർഷൻ്റെ വാർഡനായിട്ടിരിക്കുമ്പോൾ അന്ന് MGC ഈ ഒരു സ്റ്റുഡൻറ്റിനെ അവിടെ അഡ്മിഷൻ കൊടുക്കും, ആ ഹോസ്റ്റൽ അഡ്മിഷൻ. അപ്പം ഹോസ്റ്റൽ അഡ്മിഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ വാർഡൻ അന്നേരം അച്ഛനെ പറഞ്ഞു,
അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ ആ പയ്യൻ അല്പം ബഹളമൊക്കെ ഉണ്ടാക്കുന്നതാണ്, നമുക്ക് അച്ഛൻ പറഞ്ഞു അവന് കൂടെ അഡ്മിഷൻ കൊടുക്കണ്ട. ശരി, കൊടുക്കുന്നില്ലെന്ന് തീരുമാനിച്ചു. പക്ഷേ കോളേജ് തുറന്നപ്പം കോളേജിലെ വിദ്യാർത്ഥികൾ അവന് അഡ്മിഷൻ കൊടുത്തതെന്ന് പറഞ്ഞ് സമരത്തിന് വന്നു. ഞാൻ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അച്ഛൻ കോളേജ് ഏകദേശം 1 മാസത്തോളം കോളേജ് അടച്ചിട്ടു. അച്ഛൻ പറഞ്ഞ രീതിയിൽ തന്നെ അച്ഛൻ പറഞ്ഞു എൻ്റെ ഈ കസാര പോയാലും അവൻ ഞാൻ അഡ്മിഷൻ കൊടുക്കത്തുന്നു. അങ്ങനെ തന്നെ നിന്നു. അവസാനം ആ ഒരു റെക്കൺസിലിയേഷൻ മീറ്റിങ്ങിൽ അവനോട് എം ജോസീസൺ നമ്മുടെ അച്ഛൻ വാർഡനായിരുന്ന എം ജോസീസണിൽ അവനെ അഡ്മിഷൻ കൊടുത്തുകൊണ്ടാണ് അത് ഒത്തുതീർപ്പിലാക്കിയത്. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയാണ് അത് തീർന്നത്. എം ജോസീസൺ അവിടെ പയ്യൻ അഡ്മിഷൻ ഏതാണ് ദാറ്റ് വാസ് ഇൻ 1978 അന്നും എനിക്ക് തോന്നുന്നു അച്ഛനവരുടെ സ്കൂളിലോ വല്ലതും പഠിച്ചുകൊണ്ടിരുന്ന സമയത്തായിരിക്കും. അപ്പം ഇനി ഒരു നമ്മുടെ ഈ ലവേഴ്സ് ഡേയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ലവേഴ്സ് ഡേ ഒന്നിച്ചു നിന്ന് 2 ഫാമിലി ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒന്ന് ഒരത്തിൽ ഇട്ടു ആൻഡ് അതുപോലെ തന്നെ എന്നാൽ വേറെ രണ്ട് ഫാമിലി ഇരിപ്പുണ്ട്. സന്തോഷം ലാലേസ് ഒരേ ക്ലാസ്സിൽ പഠിച്ചു. ഞാൻ ഓരോരുത്തരെ പേര് വിളിക്കും. എല്ലാവരും ഇവിടെ വന്ന് 1-2 മിനിറ്റ് മതി. നമുക്ക് 8:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ മീറ്റിംഗ് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്കൊരു അഡ്വോക്ക് കമ്മിറ്റി പോലെ ഇവിടുന്ന് ഈ ഗ്രൂപ്പിൽ നിന്ന് എടുക്കണം. അതും കൂടെ നമ്മുടെ ഈ മീറ്റിങ്ങിൻ്റെ ഒരു ആവശ്യമാണ്. ഇനി ഞാൻ ഐ വിൽ കോൾ പ്രൊഫസർ ഡോക്ടർ ഉമ്മൻ വർഗീസ് ടു സേ ദി വേർഡ്സ്. വൈദിക ശ്രേഷ്ഠരെ, അധ്യാപക ശ്രേഷ്ഠരെ, ഇത് രണ്ടുമല്ലാത്ത ശ്രേഷ്ഠരെ, ഞാൻ എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ചതല്ല. എന്നാലും CMSനെ പറ്റി ഓർക്കുമ്പോൾ വളരെയധികം കാര്യങ്ങൾ മനസ്സിൽ കൂടെ കടന്നു വരുന്നുണ്ട് പറയാനായിട്ട്. ഞാൻ 1-2 കാര്യം പറഞ്ഞു നിർത്താം. CMS കോളേജ് എനിക്ക് അവിടെ പഠിക്കാനായിട്ട് ഭാഗ്യം കിട്ടിയത് മറ്റൊരു ദൈവാനുഗ്രഹമായിട്ട് വരുന്നു. കാരണം അത്ര പ്രഗത്ഭരായ അധ്യാപകരും അതുപോലെ തന്നെ സ്റ്റുഡൻസും ഉണ്ടായിരുന്ന ഒരു അന്തരീക്ഷത്തിൽ പഠിക്കാൻ സാധിച്ചത് തന്നെ എൻ്റെ കരിയറിനെ ഒക്കെ മോൾഡ് ചെയ്യാനായിട്ട് അത് സഹായിച്ചു. എൻ്റെ അധ്യാപികയായിരുന്നു സക്കറിയ അഹമ്മദ് സാറിൻ്റെ സഹധർമ്മിണി CC ടീച്ചർ. എന്നെ ഫിസിക്സ് പഠിപ്പിച്ച ടീച്ചറാണ്. ഞാൻ പിന്നെ ഫിസിക്സാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഞാൻ 1986 അന്നുപോലെ സാറിന് വളരെയധികം പരിചയമുണ്ടായിരുന്നു. സക്കറിയ അഹമ്മദ് സാർ, റോയ് സാറിനെ എനിക്ക് നേരിട്ട് അന്ന് പരിചയമില്ലായിരുന്നെങ്കിലും കഴിഞ്ഞ തവണ സാറും റജി സാറും കൂടെ ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണുവാനും ഞങ്ങളൊരു മീറ്റിംഗ് രവി വർഗീസും ഞങ്ങളെല്ലാം കൂടെ ഒരു മീറ്റിംഗ് ഇവിടെ കൂടുകയും പലരും അന്ന് വളരെയധികം ആളുകളൊന്നും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനൊരു തുടക്കം സാർ നേതൃത്വത്തിൽ ഇതൊരു ഗ്രൂപ്പായിട്ട് തുടങ്ങാനായിട്ട് അതിൻ്റെ തുടക്കം കുറിച്ചതിന് സാറിനോട് പ്രത്യേകം നന്ദി പറയുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയ ഞാൻ 1986 മുതൽ 91 വരെയാണ് അവിടെ പഠിച്ചത്. BSc ഫിസിക്സും MSc ഫിസിക്സും. അതിനുശേഷം അവിടെ റിസർച്ചിന് ജോർജ് സുദർശൻ സെന്ററിൽ റിസർച്ചിന് ജോയിൻ ചെയ്തെങ്കിൽ അവിടെ ഗസ്റ്റ് ലെക്ചറായിട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു പല തവണയായിട്ട് കോളേജിൽ. ഞാൻ ആദ്യം വരുന്നത് ഓർക്കുന്നു 1996 ഞങ്ങൾ ഒരു റാലി സൈക്കിൾ ഉണ്ട്, അതിലാണ് വരുന്നത്. വരുമ്പം അന്ന് ഒരു വലിയ സൈക്കിൾ സ്റ്റാൻഡ് ഉണ്ട്, അത് നിറച്ചും സൈക്കിൾ. അപ്പോൾ ഞാൻ 91 MSc കഴിയുന്ന സമയത്തേക്ക് ഈ സൈക്കിളെല്ലാം അങ്ങ് ഡിസപ്പിയർ ചെയ്തു. പിന്നെ ബൈക്കുകൾ, പിന്നെ സൈക്കിൾ സ്റ്റാൻഡ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ സൈക്കിളെ വരുന്നുണ്ട്. ഒറ്റ സൈക്കിളായിരുന്നു ഉണ്ടായിരുന്നത്, എൻ്റെ സൈക്കിൾ മാത്രം ആ സ്റ്റാൻഡിൽ, ബാക്കിയെല്ലാം ബൈക്കുകൾ. അപ്പോൾ എന്നെ സ്റ്റുഡൻസ് സൈക്കിളെ വരുന്ന സാറെന്നാണ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ചേഞ്ച്. അത് കഴിഞ്ഞ് പിന്നീട് കാറും സ്കൂട്ടറൊന്നും കമ്പസിനകത്ത് കയറ്റാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നത്. പക്ഷെ ഇതിനെക്കാളൊക്കെ എനിക്ക് തോന്നുന്നത്
ഏറ്റവും ഇവിടെയുള്ള മിക്കവാറും എല്ലാവരും പഠിച്ച സമയത്ത് പ്രീ ഡിഗ്രി ഉണ്ട്. എനിക്കൊന്ന് പ്രീ ഡിഗ്രി ആയാലും ആ കോളേജിന്റെ അന്തരീക്ഷം ശരിയായിട്ട് നിലനിർത്തിയെന്നുള്ള ഒരു വിശ്വാസക്കാരനായിരുന്നു ഞാൻ. അതിന്റെ മുഴുവൻ ഒരു ബ്യൂട്ടി ഞാൻ പ്രീ ഡിഗ്രി പഠിച്ച ബിസിനസ്സിലാണെങ്കിൽ സിഎംസിലെ ആ ഒരു കൂട്ടായ്മ പ്രീ ഡിഗ്രി മുതൽ MSc വരെ ഉള്ളവരുടെ കൂട്ടായ്മ ഇവിടെ നന്നായിട്ട് അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഇപ്പം സിഎംസിന്റെ പ്രിൻസിപ്പലിന്റെ അഡ്വൈസറി ബോർഡിൽ ഈ ഇടയ്ക്ക് പങ്കെടുത്തപ്പോഴത്തേനാണ് ഈ അക്രഡിറ്റേഷന്റെ പുതിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ അതിന് ഇപ്പം ഒത്തിരി ചലഞ്ചസ് കോളേജ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പുതിയതായിട്ട് സ്റ്റുഡൻസിനെ കിട്ടുന്നില്ല ക്വാളിറ്റി, സ്റ്റുഡൻസിന്റെ ക്വാളിറ്റി, അവർക്ക് ജോലി, ഇതൊക്കെയാണ് അക്രഡിറ്റേഷന് ഇത് ചെയ്യുന്നത്. ഫണ്ടിങ്, റിസർച്ച് ഫണ്ടിങ് കൊണ്ടുവരണം, ടീച്ചേഴ്സിന്റെ റിസർച്ച് അവർ PhD ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും അക്രഡിറ്റേഷന് അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഇപ്പം പ്രിൻസിപ്പലും വളരെയധികം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു ബോർഡിന്റെ റോസാൻ സാർ പറഞ്ഞ പോലെ നമ്മുടെ സിലബസും കാര്യങ്ങളും എല്ലാം ഈ വർക്ക് ലോഡ്, ടീച്ചേഴ്സിന്റെ വർക്ക് ലോഡ് ബേസ്ഡ് ആണ്. അപ്പം അതിനൊരു ചേഞ്ച് ഇതുവരെ നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ എനിക്ക് ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളിലും കോളേജസിലും ചെയ്തിട്ടില്ല. അത് ഒരു വലിയൊരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇപ്പം പുതിയ പ്രിൻസിപ്പൽ ഇടയ്ക്ക് എല്ലാവരും കൂടെ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് അക്രഡിറ്റേഷൻ, എൻ്റെ നമ്പർ റാങ്കിങ് നന്നാക്കാനും അതുപോലെ കോളേജിനെ ഒരു ബെസ്റ്റ് ടോപ്പ് കോളേജസ് ആയിട്ട് അക്രഡിറ്റേഷൻ്റെ നിലയിൽ മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇരിക്കുന്നത് നമ്മുടെ എല്ലാം സാധാരണ പല രീതിയിൽ ഫിനാൻഷ്യലായിട്ട് മാത്രമല്ല ഞാൻ പറഞ്ഞ ഈ അല്ലാതെ തന്നെയുള്ള അഡ്വൈസും സപ്പോർട്ടും എല്ലാം അലുമിനിയുടെ വളരെ ആവശ്യമാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളൊരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതിനെല്ലാം സഹായമായിട്ട് വരുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഗ്രൂപ്പിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ സ്വീകരിക്കുന്നു.